ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിരൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. സോ നമ്മൾ ഇത്രയും ദിവസം ഇത് ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ നമ്മൾ ഇന്നും പ്രിലിംസ് പേഴ്സ്പെക്റ്റീവിലും മെയിൻസ് പേഴ്സ്പെക്റ്റീവിലും വരുന്ന ചില ആർട്ടിക്കിളുകൾ നമ്മൾ ചൂസ് ചെയ്യും. അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. സോ ഇന്നത്തെ പേപ്പർ അല്ലെങ്കിൽ ഇന്നത്തെ ആർട്ടിക്കിളുകൾ കുറച്ച് റിപ്പീറ്റിംഗ് നേച്ചർ ഉള്ളതാണ്. മുൻപ് നമ്മൾ കണ്ടുവന്ന ചില ആർട്ടിക്കിളുമായിട്ട് അല്ലെങ്കിൽ മുൻപ് കണ്ടുവന്ന ന്യൂസുകളുമായിട്ട് ഒരു റെപ്പറ്റേറ്റീവ് നേച്ചറുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് ഇന്ന് കുറച്ചും കൂടി മെയിൻസ് പേഴ്സ്പെക്റ്റീവിൽ നമ്മളുടെ ആർട്ടിക്കിളുകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ദ ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ. പ്രൈമർലി ഇന്ത്യ പാകിസ്ഥാൻ റിലേഷനെ കുറിച്ചല്ല ഈ ആർട്ടിക്കിൾ പറയുന്നത്. നമ്മളുടെ പെഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള ഡെലിഗേറ്റ്സുകൾ, അതായത് ഇന്ത്യയിൽ നിന്നുള്ള MP-മാരുടെ ഒരു ഫോറം ഡിഫറെന്റ് രാജ്യങ്ങളിലേക്ക്, അറൌണ്ട് 32 രാജ്യങ്ങളിലേക്ക് പോവുകയും എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ പാകിസ്ഥാനിന്റെ ടെററിസ്റ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ക്രോസ് ബോർഡർ ടെററിസത്തിന് അവർ ചെയ്യുന്ന ഹെൽപ്പുകൾ എന്തൊക്കെയാണെന്ന് തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഡിഫറെന്റ് ഡെലിഗേറ്റ്സ്, മേജർലി MP-മാര്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള MP-മാര് 32 രാജ്യങ്ങളിലേക്ക് പോയി. അവര് ആ ഒരു സന്ദർശനം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ആ ഒരു ബേസിസിലാണ് നമ്മളുടെ ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ, നമ്മളുടെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പോളിസി, അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കിയിരിക്കുന്നത്. സോ അവരിതിൽ പറയുന്നത് പാകിസ്ഥാന് ചെറിയൊരു എഡ്ജ് കിട്ടിയെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട്, അതായത് 32 രാജ്യങ്ങളുമായിട്ട് കൃത്യമായിട്ട് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അവസാനത്തിലേക്ക് വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് കൂടുതലായിട്ട് നമ്മളുടെ MP-മാര് ശ്രദ്ധിച്ചത് ഇന്ത്യൻ ഡയസ്പോറയെ കാണാനായിട്ടാണ്. മനസ്സിലായോ? പുറത്തുള്ള ഇന്ത്യക്കാരെ കാണാനായിട്ടും ഇന്ത്യൻ മീഡിയാസിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടുമാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്. സോ അതിന് പകരം നമ്മൾ കുറച്ചും കൂടി അവിടുത്തെ ജനങ്ങളുടെ ആശങ്കകൾ അകറ്റാനായിട്ടും അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കാനായിട്ടും അവരുടെ മിനിസ്റ്റീരിയൽ തലത്തിലുള്ളവരെ കുറിച്ച് കുറച്ചും കൂടി ബോധവാന്മാരാക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടിയിരുന്നായിരുന്നു എന്നാണ് നമ്മളുടെ എഡിറ്റോറിയൽ പോളിസി പറയുന്നത്. സോ നമ്മളുടെ വിഷയം അതല്ല. നമ്മളുടെ UPSC പേഴ്സ്പെക്റ്റീവിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ എന്താണ് നമ്മളുടെ ഇന്ത്യ പാകിസ്ഥാൻ റിലേഷനിൽ എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് 2025 എത്തി നിൽക്കുമ്പോൾ അവരുടെ റിലേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ എടുത്തിട്ട് അതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. സോ ഈ എഡിറ്റോറിയൽ ഡിഫറെന്റ് ഓർഗനൈസേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഈ ഒരു എഡിറ്റോറിയൽ പറഞ്ഞിട്ടുണ്ട്. സോ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ കുറിച്ചിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ നമുക്ക് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്താണെന്ന് അവസാനം എത്തുമ്പോഴേക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത്. നമ്മള് ബ്രദേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അനുചരന്മാരായിരുന്നു. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ സമയത്ത് ഒരു വോൾ ഇന്ത്യ ആയിരുന്നു. 1947 നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ കാരണം പാകിസ്ഥാൻ എന്നൊരു പറയുന്ന ഒരു രാജ്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു 1947. സോ അതിനുശേഷം ഒരു ഗ്രേറ്റ് വാർ നടക്കുകയാണ്. അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടപ്പോ ആ ബോർഡറിന് കീഴിലുള്ള ഹിന്ദുസിനെയും മുസ്ലിംസിനെയും പരസ്പരം കൊന്നൊടുക്കുന്ന ഒരു സിവിൽ വാർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. സോ ഫസ്റ്റ് പ്രോബ്ലം തുടങ്ങുന്നത് 1947-48 കാലഘട്ടങ്ങളിലാണ്. ഫസ്റ്റ് വാർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ദെൻ എന്ത് സംഭവിച്ചു? കാശ്മീർ ബിക്കേം എ പ്രോബ്ലം. സോ കാശ്മീർ ആരുടെ ആകണം എന്നുള്ള ഒരു പ്രോബ്ലം ആദ്യമായിട്ട് വന്നു. സോ അതിന് ഒരു അന്ത്യം കുറിക്കുന്നത് അന്നത്തെ കാശ്മീരിന്റെ രാജാവായിട്ടുള്ള ഹരിസിംഗ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ഇന്ത്യയുമായിട്ട് സൈൻ ചെയ്യുന്നതിലൂടെയാണ്. മനസ്സിലായോ? പക്ഷെ അത് പാകിസ്ഥാൻ അംഗീകരിച്ചില്ല. അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. ഒരു ദീർഘകാലത്തെ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു? നമ്മളൊരു ജനറൽ പെർസ്പെക്റ്റീവിൽ പറഞ്ഞു കഴിയുമ്പോൾ 1965 വാർ സംഭവിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ഫസ്റ്റ് വാർ സംഭവിക്കുകയാണ്. അതിനുള്ള കാരണം എന്താണ്? 1962-64 കാലഘട്ടങ്ങളിൽ ചൈന നമ്മളെ ആക്രമിച്ചു. സോ നമ്മൾ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഓഫ് വ്യൂവിലായിരുന്നു 1965 നിൽക്കുന്നത്. സോ ആ സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അത് പരാജയമായിരുന്നു. പിന്നീട് ബംഗ്ലാദേശ് ലിബറേഷൻ വാർ എന്നുള്ളൊരു രീതിയിലും 1971
ബംഗ്ലാദേശിൽ, അതായത് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് പണ്ട് ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു. 1947 മുതൽ 1971 വരെ ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു. സോ ആ സമയത്തും ഒരു ബംഗ്ലാദേശ് ലിബറേഷൻ വാറിനെ പ്രമാണിച്ച് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായി. അതും പാകിസ്ഥാൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ന്യൂക്ലിയർ ടെസ്റ്റുകൾ നടത്തി. നമ്മൾ 88-ലും 87-ലും ന്യൂക്ലിയർ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം 99-ലും ന്യൂക്ലിയർ ടെസ്റ്റുകൾ നടത്തി. ഈ ടെസ്റ്റുകളെല്ലാം നടത്തുമ്പോൾ അതിന് പകരമായിട്ട് അവിടെയും ന്യൂക്ലിയർ ടെസ്റ്റുകൾ നടക്കുകയാണ്. മനസ്സിലായോ? സോ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? 1999-ല് കാർഗിൽ വാർ ഉണ്ടാവുകയാണ്. ആ വാറും ദയനീയമായിട്ട് പാകിസ്ഥാൻ പരാജയപ്പെടുകയാണ്. പിന്നീട് അങ്ങോട്ട് കാണുന്നത് പാകിസ്ഥാൻ ടെററിസ്റ്റ് ഓർഗനൈസേഷനുകളെ ഫണ്ട് ചെയ്യുകയാണ്. അതായത് ഡയറക്റ്റ് ഒരു വാറിന് പോകാതെ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു യുദ്ധത്തില് അവരുടെ പട്ടാളത്തെ ഉപയോഗിക്കാതെ അവര് അനുചരന്മാരെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അവര് ഒരു ക്രോസ് ബോർഡർ ടെററിസം പ്രോത്സാഹിപ്പിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്യാമ്പുകളിൽ ഈ തീവ്രവാദികളെ പരിശീലിപ്പിക്കുകയും തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള ബാക്കി എല്ലാ സപ്പോർട്ടുകളും കൊടുക്കുകയും ചെയ്യും. അതിനുശേഷം അവര് പ്രാപ്തരായി കഴിയുമ്പോൾ ഇന്ത്യയിലേക്ക് ഇറക്കി വിടും. നമ്മൾ പല ഇൻസിഡന്റ് കണ്ടു. 2011, 2001 പാർലമെന്റ് അറ്റാക്ക് കണ്ടു. 2008-9 കാലഘട്ടങ്ങളിൽ എന്ത് സംഭവിച്ചു? നമ്മളുടെ മുംബൈ അറ്റാക്ക് നടന്നു. ഡിഫറെന്റ് അറ്റാക്കുകൾ അതിനിടയിൽ സംഭവിച്ചു. ആ ഒരു അറ്റാക്കുകൾക്ക് ഒരു അന്ത്യം വന്നത് എപ്പോഴാണ്? ഒരു 2011 പീരീഡ് തുടങ്ങിയിട്ട് അറ്റാക്കുകളുടെ എണ്ണം കുറയാനായിട്ട് തുടങ്ങി. പിന്നീട് ഒരു ഹ്യൂജ് അറ്റാക്കുകൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ, ഒരു 5 ഇയേഴ്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 4 ഇയേഴ്സ് കൂടുമ്പോൾ ഒരു ക്രോസ് ബോർഡർ ടെററിസ്റ്റ് അറ്റാക്കുകളാണ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ പെഹൽഗാം അറ്റാക്കിന് മുന്നോടിയായിട്ട് നമ്മളുടെ റിലേറ്റഡ് ടു നമ്മളുടെ പുൽവാമ അറ്റാക്ക് നടക്കുകയാണ്. മനസ്സിലായോ? സോ അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം എന്താ കാണുന്നത്? കുറച്ച് മേജർ ഇൻസിഡന്റ് അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ലൈക്ക് കുറച്ച് നാള് അറ്റാക്കുകൾ ഒന്നുമില്ല, ദെൻ പെട്ടെന്ന് ഒരു അറ്റാക്ക് വരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു ക്രോസ് ബോർഡർ ടെററിസത്തിന്റെ ഒരു എഫക്റ്റീവ് സിറ്റുവേഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. സോ മേജർ പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമ്മളുടെ? ഒന്ന് ക്രോസ് ബോർഡർ ടെററിസം ആണ്. പിന്നീട് ബോർഡർ ഡിസ്പ്യൂട്ട് ആണ്. ബോർഡർ ഡിസ്പ്യൂട്ട് എവിടം തുടങ്ങി കിടക്കുന്നു? നമ്മൾ പ്രധാനമായിട്ട് കേൾക്കുന്നത് കാശ്മീർ റീജിയനിലുള്ള ബോർഡർ ഡിസ്പ്യൂട്ട് ആണ്. അതിനെ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയും. ലൈൻ ഓഫ് കൺട്രോൾ. സോ ലൈൻ ഓഫ് കൺട്രോളിന് കീഴിൽ കിടക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ബോർഡർ, അതിനെ റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയും. ആ റാഡ്ക്ലിഫ് ലൈനിന് ചുറ്റിപ്പറ്റി കിടക്കുന്ന നമ്മളുടെ പ്രശ്നങ്ങളെ മാത്രമേ നമ്മൾ അഡ്രസ് ചെയ്തുള്ളൂ. എന്നാൽ താഴേക്ക് പ്രശ്നങ്ങളുണ്ട്. താഴേക്ക് എന്ന് പറയുമ്പോൾ എവിടെയാണ്? രാജസ്ഥാൻ റീജിയൻ, നമ്മളുടെ ഗുജറാത്ത് റീജിയൻ, അവിടെയും പ്രശ്നങ്ങളുണ്ട്. ഈ റാൻ ഓഫ് കച്ച് റീജിയൻ അവിടെ. പക്ഷേ എന്തുകൊണ്ടാണ് അവിടെ അത്ര പ്രൊമിനന്റ് അല്ലാത്തത്? കാരണം ഈ റാൻ ഓഫ് കച്ച് റീജിയൻ എന്നൊക്കെ പറഞ്ഞ ഗുജറാത്തിന്റെ വെസ്റ്റ് സൈഡിൽ കിടക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഷി ലാൻഡ് ആണ്. അവിടെ ഇപ്പോൾ പാകിസ്ഥാൻ എത്തിപ്പെടാനായിട്ടും ഇന്ത്യക്ക് എത്തിപ്പെടാനായിട്ടും പാടുള്ള ഒരു റീജിയൻ ആണ്. സോ അവർക്ക് ലൈക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു റീജിയൻ ഏതാണ്? കാശ്മീർ ആണ്. സോ അതാണ് അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ദെൻ എന്താണ് മറ്റൊരു മേജർ പ്രശ്നം? വാട്ടർ ഡിസ്പ്യൂട്ട് ആണ്. എന്താണ് കാരണം? ഇന്ത്യയിൽ നിന്നുള്ള ഇൻഡസ് നദിയാണ് നമ്മളുടെ പാകിസ്ഥാനിന്റെ ഒരു ജീവരേഖയായിട്ട് ഒഴുകുന്നത്. 5 നദികളും ഇൻഡസിന്റെ കൈവഴികളായിട്ടുള്ള 5 നദികളും പാകിസ്ഥാനിലൂടെ ഒഴുകുന്നുണ്ട്. മനസ്സിലായോ? സോ ഒരു 80% ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ് ബൈ പാകിസ്ഥാൻ. സോ അതും ഒരു മേജർ ഡിസ്പ്യൂട്ട് ആണ്. സോ ഒന്ന് ക്രോസ് ബോർഡർ ടെററിസം ആണ്. 2 എന്ന് പറയുന്നത് ബോർഡർ ഇഷ്യൂസ് ആണ്. 3 എന്ന് പറയുന്നത് വാട്ടർ ഡിസ്പ്യൂട്ട് ആണ്. മനസ്സിലായോ? സോ ട്രേഡ് എങ്ങനെയായിരുന്നു? ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ 2011 ശേഷം നമ്മൾ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ട്രേഡ് ആയിരുന്നു നമുക്ക് മുന്നേ ഉണ്ടായിരുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ ട്രേഡ് നമ്മൾ കുറയ്ക്കും, പിന്നീട് പ്രശ്നങ്ങളൊന്ന് അയഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ട്രേഡ് കൂട്ടും. സോ 2011 ശേഷം നമ്മുടെ ട്രേഡ് ഇൻക്രീസ് ചെയ്തു. അതായത് പാകിസ്ഥാനുമായിട്ട് നമ്മളൊരു നല്ല റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട്, അതായത് നമ്മളൊരു ക്രിക്കറ്റ് ഡിപ്ലോമസിയിലൂടെ അല്ലെങ്കിൽ ഒരു ഡയലോഗ് ആൻഡ് ഡിപ്ലോമസിയിലൂടെ അവരോട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതിനുശേഷം 2016-17 പീരീഡ് ആയി കഴിഞ്ഞപ്പോൾ പുൽവാമ അറ്റാക്ക് നടന്നു കഴിഞ്ഞപ്പോൾ, ബാലാക്കോട്ട് അറ്റാക്ക് നടന്നു കഴിഞ്ഞപ്പോൾ, അങ്ങനെ ഡിഫറെന്റ് അറ്റാക്കുകൾ നമ്മളുടെ ആർമീസിനെ അല്ലെങ്കിൽ നമ്മളുടെ ജവാന്മാരെ അറ്റാക്ക് ചെയ്തത് കൂടി കഴിഞ്ഞപ്പോൾ നമ്മളിത് റെസ്ട്രിക്ഷനുകൾ, എക്കോണമിക് റെസ്ട്രിക്ഷനുകൾ, ട്രേഡ് റെസ്ട്രിക്ഷനുകളെല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ നമ്മളുടെ ട്രേഡ് റിലേഷൻ അത്ര വലിയ കാര്യമായിട്ടൊന്നും പാകിസ്ഥാനായിട്ടില്ല. മനസ്സിലായോ? സോ ഇതിന് മുൻപ് ഒരു 2018 മുൻപ് എങ്ങനെയായിരുന്നു നമ്മളുടെ ഡിപ്ലോമസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്? സോ നമുക്ക് ഡിഫറെന്റ് ഡിപ്ലോമാറ്റിക് അപ്രോച്ചുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന്
നമുക്ക് രണ്ടു പേർക്കും ഏറ്റവും കൂടുതൽ ഗൂസ്ബംപ് അല്ലെങ്കിൽ രക്തം തിളയ്ക്കുന്ന ഒരു കാര്യമാണ് ക്രിക്കറ്റ്. മനസ്സിലായോ? സോ നമ്മളൊരു ക്രിക്കറ്റ് ഡിപ്ലോമസി നമ്മൾ അവിടെ പാലിച്ചു പോകുന്നു. എങ്ങനെയാണത്? അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഒരു മത്സരം ഇന്ത്യയിലെ മൻമോഹൻ സിംഗും അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ സ്റ്റേഡിയത്തില് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും ഒരുമിച്ചിരുന്ന ഒരു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം കാണുകയാണ്. സോ നമ്മളുടെ ശശി തരൂരിന്റെ പാക്സ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട് ഇറ്റ്സ് എ ക്രിക്കറ്റ് ഡിപ്ലോമസി എന്താണെന്നുള്ളത്. സോ ക്രിക്കറ്റ് ഡിപ്ലോമസി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൾച്ചറൽ പ്രോഗ്രാംസ്, അതായത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കൾച്ചറൽ ഹെറിറ്റേജുകൾ, അതായത് പാകിസ്ഥാന്റെ ആണെങ്കിൽ ലൈക്ക് ഇപ്പോ സിഖ് കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ പ്രോഗ്രാംസ്, അല്ലെങ്കിൽ മുസ്ലിംസിന്റെ ദർഗാസ് വിസിറ്റ്, അങ്ങനെയുള്ള കൾച്ചർസ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് കൾച്ചറൽ വിസിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റിലീജിയസ് വിസിറ്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ പൗരന്മാർക്കും പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ പൗരന്മാർക്കും എൻ്റർ ചെയ്യാനായിട്ടുള്ള ചില റെസ്ട്രിക്ഷനുകൾ, ചുരുങ്ങിയ ചില റെസ്ട്രിക്ഷനുകൾ നമ്മൾ കുറച്ചു കൊടുത്തു, ഇളവ് ചെയ്തു കൊടുത്തു. ദെൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി അമിതാഭ് ബച്ചൻ, അതായത് ബോളിവുഡിലെ അമിതാഭ് ബച്ചൻ റിലേറ്റഡ് ആയിട്ടുള്ള ഗാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിലിം ഇൻഡസ്ട്രീസ് ഈ പാകിസ്ഥാൻ പീപ്പിൾസിനും ഇന്ത്യൻ പീപ്പിൾസിനും ഒരേപോലെ ഉത്തേജനം നൽകുന്ന ഒരു കാര്യമാണ്. സോ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, പാകിസ്ഥാനിലെ അമിതാഭ് ബച്ചന്റെ ഒരു ഫാൻ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതായിരുന്നു. സോ പാകിസ്ഥാനിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലേക്ക് പോയി കഴിയുമ്പോഴും ഈ അമിതാഭ് ബച്ചന്റെ പാട്ടുകൾ, അമിതാഭ് ബച്ചനെ അനുകരിക്കുന്നവർ ഒരുപാട് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ഒരു ഡിപ്ലോമാറ്റിക് അപ്രോച്ച് നമ്മൾ കീപ്പ് ചെയ്യാൻ തുടങ്ങി. ദെൻ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞതുപോലെ റിലീജിയസ് ടൂറിസത്തിന് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് കരതാർപൂർ കൊറിഡോർ എന്ന് പറയുന്ന ഒരു കൊറിഡോർ. സോ ഇത് ഒരു സിഖ് കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിലുള്ള സിഖ് കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യയിലേക്കും, അതായത് ദരാ ബാബ നാനക് എന്ന് പറയുന്ന ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള റെസ്ട്രിക്ഷനുകൾ നമ്മൾ ഇളവ് ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ റിലീജിയസ് ടൂറിസത്തിലൂടെ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഡിപ്ലോമസിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള ടൈ അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഇൻക്രീസ് ചെയ്യാനായിട്ട് 2018 വരെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. 2018 ആയപ്പോഴേക്കും കഥ മാറി. 2019 എന്ത് സംഭവിച്ചു? പുൽവാമ അറ്റാക്ക് സംഭവിക്കുകയാണ്. സോ നമ്മൾ അവിടെ റിജിഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷനുകൾ നമ്മൾ അവരെ ഏർപ്പെടുത്തി. മനസ്സിലായോ? ഇന്ത്യയിൽ നിന്നുള്ള ട്രേഡ് റെഡ്യൂസ് ചെയ്തു. ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ പൗരന്മാർ കടക്കുന്നത് കുറയ്ക്കാനായിട്ട് തുടങ്ങി. സോ റീജിയണൽ കോർപ്പറേഷൻ ആണ് മറ്റൊരു ടൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് റീജിയണൽ കോർപ്പറേഷൻ? ഡിഫറെന്റ് അസോസിയേഷൻ ഉണ്ട്. ഇപ്പോൾ സാക്ക് പോലെ, അല്ലെങ്കിൽ ഷാൻഗായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ പോലെ, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷന്റെ ഡിഫറെന്റ് ഫോറത്തിൽ നമ്മളും പാകിസ്ഥാനും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. സോ അവിടെയെല്ലാം നമ്മൾ ചർച്ചയിലൂടെ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു. അതായത് ക്രോസ് ബോർഡർ ടെററിസത്തെ തകർക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഗുഡ് ഫ്രണ്ട്ഷിപ്പിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ ക്രിക്കറ്റ് ഡിപ്ലോമസി പയറ്റി നോക്കി. ദെൻ നമ്മൾ ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ റിലീജിയസ് ടൂറിസം നമ്മൾ പയറ്റി നോക്കി. അല്ലെങ്കിൽ റീജിയണൽ കോർപ്പറേഷൻ, അതായത് ഷാൻഗായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ പോലെയുള്ള ഓർഗനൈസേഷനുകളിൽ, അല്ലെങ്കിൽ സാർക്ക് പോലെയുള്ള ഡിപ്ലോമാറ്റിക് ഫോറങ്ങളിൽ നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ചർച്ചകൾ അവരുടെ മാധ്യസ്ഥം വഴി ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും പാകിസ്ഥാൻ പഠിച്ചില്ല. മനസ്സിലായോ? പാകിസ്ഥാൻ വീണ്ടും ടെററിസ്റ്റുകൾക്ക് ഫണ്ട് ചെയ്യാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? സോ പാകിസ്ഥാൻ മിലിറ്ററി ഗ്രൂപ്പുകൾ ഈ ടെററിസ്റ്റ് മിലിഷ്യക്ക് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യാനായിട്ട് തുടങ്ങി. സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ റെസ്ട്രിക്ഷനുകൾ കൂടുതലായിട്ട് വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്തിനു ശേഷം? പുൽവാമ അറ്റാക്കിന് ശേഷം. മനസ്സിലായോ? സോ പിന്നീട് 2019 എന്ത് സംഭവിച്ചു? നമ്മൾ ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്തു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇത് റിവോക്ക് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ. സോ അതും പാകിസ്ഥാന്റെ മേലിലുള്ള ഒരു അടിയാണ്. മനസ്സിലായോ? സോ നമ്മളിപ്പോ പെഹൽഗാം അറ്റാക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തെയാണ് അറ്റാക്ക് ചെയ്തത്. എന്തുകൊണ്ടാണ് അവരൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തെ തിരഞ്ഞെടുത്തത്? ആർട്ടിക്കിൾ 370യുടെ റിവോക്കേഷൻ കാരണം ടൂറിസം കാശ്മീരിൽ വളരെയധികം ഇൻക്രീസ് ചെയ്തു. മനസ്സിലായോ? സോ ഈ ക്രോസ് ബോർഡർ ടെററിസം കുറഞ്ഞു. അവിടുത്തെ ഇൻഡിവിജ്വൽസ്, അതായത് അവിടുത്തെ കാശ്മീരി പൗരന്മാരെ കുറച്ചും കൂടി ബിസിനസ്സുകളിലേക്ക് ഇറങ്ങാനായിട്ടും അവരുടെ
എന്റർപ്രണർഷിപ്പ് വലുതാക്കാനായിട്ടും ജോലി ചെയ്യാനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. സോ ടൂറിസം അവിടെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു. ഫിലിം ഷൂട്ടിങ്ങുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഒരു 2021-22 കാലഘട്ടങ്ങളിലെ ഒരു മേജർ ന്യൂസ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ലൈക്ക് വീണ്ടും അവിടെ കാശ്മീരിലെ ഫിലിം ഷൂട്ടിങ് വീണ്ടും പുനരാരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഹിന്ദു ഫ്രണ്ടില് ഒരു നമ്മളുടെ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അവിടെ കൂടുതലായിട്ട് ഫണ്ട് വരാനായിട്ട് തുടങ്ങി, കൂടുതൽ എന്റർപ്രണർഷിപ്സ് വരാനായിട്ട് തുടങ്ങി, കൂടുതൽ ഹോട്ടലുകൾ വരാനായിട്ട് തുടങ്ങി. സോ അവിടെ ഒരു എക്കോണമി വലുതാവാനായിട്ട് തുടങ്ങി. സോ അതിനെ തകർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അവിടെ പെഹൽഗാം അറ്റാക്ക് ചെയ്ത ടീമുകളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എക്കോണമിക് ഇമ്പാക്ട് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സാധാരണ അവരുടെ ഐഡിയോളജീസ് വളരാനായിട്ടുള്ള ഒരു വേര് അവിടെ നഷ്ടപ്പെടുകയാണ്. സോ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് അവർ പല വഴികളും ശ്രമിച്ചു. മനസ്സിലായോ? സോ അപ്പോ 2025 എത്തി. നമ്മൾ 2025 എന്ത് സംഭവിച്ചു? പെഹൽഗാം ടെറർ അറ്റാക്ക് സംഭവിച്ചു. മനസ്സിലായോ? ഉടനടി ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ ബോർഡേഴ്സ് എല്ലാം ക്ലോസ് ചെയ്തു. മനസ്സിലായോ? വാഗ ബോർഡേഴ്സ് അടക്കമുള്ള ബോർഡേഴ്സ് നമ്മൾ ക്ലോസ് ചെയ്തു. ദെൻ എന്ത് സംഭവിച്ചു? ദെൻ അതുവരെ നിലനിരുന്ന പ്രധാനപ്പെട്ട ട്രീറ്റുകൾ നമ്മൾ എന്ത് ചെയ്തു? റദ്ദ് ചെയ്തു. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി ആയിട്ട് മനസ്സിലാക്കുക, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇൻഡസിന്റെ ജലം ഡിവൈഡ് ചെയ്തെടുക്കുന്ന ഒരു ട്രീറ്റിയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി. അതിന് മാധ്യസ്ഥം വഹിച്ചത് വേൾഡ് ബാങ്ക് ആണ്. സോ വേൾഡ് ബാങ്കിന്റെ മാധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പിട്ടൊരു ട്രീറ്റി ആയിരുന്നു ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ റദ്ദ് ചെയ്തു. മനസ്സിലായോ? സോ ഇൻഡസ് വാട്ടർ ട്രീറ്റി പറയുമ്പോൾ 80% ജലം ആർക്കായിരുന്നു? പാകിസ്ഥാന് കൊടുക്കാം. 20% ജലം മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ഒരു ട്രീറ്റി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്നു. പിന്നീട് റോൾ ഓവേഴ്സ് ഡാം മാത്രമേ നമ്മൾ കെട്ടുള്ളൂ. അതായത് വെള്ളം തടഞ്ഞു നിർത്തുന്ന ഒരു ഡാം പോലും നമ്മൾ ഇൻഡസ് നദിയുടെ മേലെ നമ്മൾ കെട്ടത്തില്ല. ഇൻഡസ് നദിയും ഇൻഡസ് നദിയുടെ കൈവഴികളായിട്ടുള്ള 5 നദികൾക്ക് മീതിലും നമ്മൾ വെള്ളം തടഞ്ഞു നിർത്തുന്ന ഡാമുകൾ കിട്ടില്ല. പകരം റോൾ ഓവേഴ്സ് ഡാമുകളെ നമ്മൾ കിട്ടുള്ളൂ. റോൾ ഓവേഴ്സ് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് വെള്ളം ഒഴുകും. വെള്ളം ഈ ഒഴുക്കിൽ നിന്ന് എന്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യും? വൈദ്യുതി ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഡാമുകളെ വിളിക്കുന്ന പേരാണ് റോൾ ഓവർ ഡാം. ഡാമാണ്, പക്ഷെ അത് വെള്ളം തടഞ്ഞു നിർത്തുന്നില്ല. പകരം ഒഴുക്കിനെ ഒന്ന് നിയന്ത്രിച്ചിട്ട് ആ ഒഴുക്കിന്റെ ഫോഴ്സിൽ ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഡാമുകളെ വിളിക്കുന്ന പേരാണ് റോൾ ഓവേഴ്സ് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ അവിടെ സസ്പെൻഡ് ചെയ്യുകയാണ്. പിന്നെ ഡിഫറെന്റ് ഡിപ്ലോമാറ്റിക് വിഡ്രോവൽ, അതായത് നമ്മൾ ഹൈ കമ്മീഷണറെ വിഡ്രോ ചെയ്തു, അല്ലെങ്കിൽ ഹൈ കമ്മീഷണറെ വിളിച്ചു വരുത്തി ശാസിച്ചു. അങ്ങനെയുള്ള പല പരിപാടികളും നമ്മൾ ചെയ്തു. എയർ സ്പേസ് റെസ്ട്രിക്ഷൻ, അതായത് പാകിസ്ഥാന്റെ ഒരു പ്ലെയിൻ പോലും ഇന്ത്യയുടെ മീതെ കൂടി പറക്കാൻ പാടില്ല എന്നുള്ളൊരു അജണ്ട നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതായത് പാകിസ്ഥാനിൽ ഇറങ്ങുന്ന ഒരു പ്ലെയിൻ പോലും ഇന്ത്യയുടെ മീതെ കൂടി പറക്കാൻ പാടില്ല. എയർ സ്പേസ് റെസ്ട്രിക്ഷൻ ചെയ്തു. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓപ്പറേഷൻ സിന്ദൂർ. നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്പറേഷൻ സിന്ദൂർ വരികയാണ്. ലൈക്ക് ടാർജറ്റഡ് ലൊക്കേഷനുകളിലേക്ക് നമ്മളുടെ മിസൈലുകൾ, അതായത് എയർഫോഴ്സിന്റെ മിസൈലുകൾ പാഞ്ഞെടുക്കുകയാണ്. മനസ്സിലായോ? ലൈക്ക് ടാർജറ്റഡ് പ്രിസിഷൻ സ്ട്രൈക്കിംഗ് ആയിരുന്നു വരുന്നത്. ദെൻ ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷം അവര് തിരിച്ചറ്റാക്ക് ചെയ്തു. നമ്മളുടെ മാക്സിമം ഫോഴ്സ് യൂസ് ചെയ്ത് അവരെ തടഞ്ഞു നിർത്തി. ദെൻ ഡയലോഗ് ആൻഡ് ഡിപ്ലോമസിയിലൂടെ നമ്മൾ ഇപ്പോൾ ഒരു സീസ് ഫയർ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് 2025 വരെയുള്ള പാകിസ്ഥാന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതാണ് ഈ ഒരു ആർട്ടിക്കിൾ പ്രത്യേകമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ കഴിഞ്ഞ ആഴ്ചയും ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. സോ ആ ആർട്ടിക്കിളിൽ ഓതർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാനെ മുൻനിർത്തിയിട്ട് ഇനി നമുക്ക് ഇന്ത്യക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? പാകിസ്ഥാൻ അവിടെ ഒരു ഇറിറ്റന്റ് ആയിട്ട് നിന്നോട്ടെ. നമ്മളുടെ ഡയലോഗും നമ്മളുടെ ഡിപ്ലോമസിയും നമ്മളുടെ ഫ്രണ്ട് ഫസ്റ്റ് പോളിസി അല്ലെങ്കിൽ നെയ്ബർ ഫസ്റ്റ് പോളിസി എന്ന് പറയുന്ന പോളിസിയൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുക. സോ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ നമ്മളൊരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. മനസ്സിലായോ? സോ ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി റിലേറ്റഡ് ടു അതർ പീപ്പിൾ. മനസ്സിലായോ? സോ റിലേറ്റഡ് ടു സാർക്ക് റീജിയനിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, അങ്ങനെയുള്ള രാജ്യങ്ങളായിട്ടാണെങ്കിലും നമ്മളൊരു ഡയലോഗ് ആൻഡ് ഡിപ്ലോമസിയിലൂടെ, ഒരു 2+2 ഡയലോഗ് ആൻഡ് ഡിപ്ലോമസിയിലൂടെ നമ്മൾ ഒരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് എടുക്കുക. സോ അത് എന്ത് സംഭവിക്കും? അത് ഭാവിയിൽ പാകിസ്ഥാനെതിരായിട്ട് മാറാനായിട്ടുള്ളൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായോ?
സോ പാകിസ്ഥാൻ അവിടെ ഒരു ഇറിറ്റന്റ് ആയിട്ട് നിന്നോട്ടെ, മനസ്സിലായോ? പാകിസ്ഥാന്റെ ടെററിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടിയതുപോലെ നമുക്ക് തുറന്നു കാട്ടാം. പാകിസ്ഥാൻ ഒരു ഇറിറ്റന്റ് ആയിട്ട് നിന്നോട്ടെ, നമ്മളുടെ ഫോക്കസ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മാറ്റുക. ഓക്കെ, കൂടാതെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മളുടെ മിലിറ്ററി ഒന്നും കൂടി സ്ട്രോങ് ആക്കുക. അതായത് മിലിറ്ററി എക്യുപ്മെന്റ്സുകൾ വലുതാക്കുക, മിലിറ്ററിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്ലോമസി വിച്ച് റിലേറ്റഡ് ടു റഷ്യ, വിച്ച് റിലേറ്റഡ് ടു US, അങ്ങനെയുള്ള കൺട്രികളായിട്ട് ഫ്രാൻസ്, അങ്ങനെയുള്ള കൺട്രികളായിട്ടുള്ള നമ്മളുടെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? പാകിസ്ഥാൻ അവിടെ ഇറിറ്റന്റ് ആയിട്ട് നിന്നോട്ടെ, നമ്മളുടെ ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി ഇൻക്രീസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം റിലേറ്റഡ് ടു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഇൻക്രീസ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? പാകിസ്ഥാന് മേലെ നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുകയാണ്. ഓക്കെ, സോ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചത്. പിന്നീട് നമുക്ക് അവരുടെ ടെററിസം, ഇതിപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, ഇനി അവരുടെ ടെററിസം ഫണ്ടിങ്ങും നമ്മൾ ഒഴിവാക്കിയിട്ടിരിക്കുന്നു. അതിനെന്ത് ചെയ്യാം? അതിന് ഇന്റർനാഷണൽ ഫോറങ്ങളെ യൂസ് ചെയ്യാം. യുണൈറ്റഡ് നേഷനെ പോലെയുള്ളത്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ പോലെയുള്ളത്, അല്ലെങ്കിൽ സാർക്ക് പോലെയുള്ളത്. സോ അങ്ങനെയുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷനുകളെ നമ്മൾ യൂസ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ പരിപാടി. സോ അങ്ങനെ ഒരു മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഫോറത്തെ കുറിച്ച് നമ്മൾ ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ കൂടി ഈ ഒരു ഡിസ്കഷന്റെ എൻഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ആ ഒരു ഫോറമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ ചിന്തിക്കാം, അതായത് തുടക്കക്കാരനായിട്ടുള്ള ഒരു UPSC ആസ്പിരന്റ് ചിന്തിക്കാം, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, സംതിങ് റിലേറ്റഡ് ടു ഫിനാൻസ് ആൻഡ് ഫിനാൻഷ്യൽ. സോ ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സും ടെററിസവും തമ്മിൽ എങ്ങനെ ലിങ്ക് ചെയ്ത് കിടക്കുകയാണ്? മനസ്സിലായോ? ഈ ഫിനാൻസ് എന്ന് പറയുന്നത് ലൈക് എക്കോണമിക്കൽ ആയിട്ടുള്ള ഒരു ടേം അല്ലേ? ഇത് ടെററിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. സോ അതെങ്ങനെ കണക്റ്റഡ് ആയി കിടക്കുകയാണ്? ഡെഫിനറ്റ്ലി കണക്ഷൻ ഉണ്ട്, മനസ്സിലായോ? സോ ടെററിസം അല്ലെങ്കിൽ ക്രോസ് ബോർഡർ ടെററിസത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്താണ്? പണമാണ്. കാരണം പണം എവിടെ ഉണ്ടെങ്കിലും മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ, മനസ്സിലായോ? സോ ടെറർ ഫിനാൻസിങ് കുറച്ച് കാലമായിട്ട്, അതായത് 2000-ന് ശേഷം ടെറർ ഫിനാൻസിങ് ഇൻക്രീസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഡയറക്റ്റ് ഫൈറ്റിന് വേണ്ടിയിട്ട് ഒരു രാജ്യങ്ങളും ഇപ്പം നിൽക്കുന്നില്ല. പകരം അവര് ഫണ്ട് ചെയ്യും, മനസ്സിലായോ? പല വഴികൾ മുഖേന ഇവര് ഫണ്ട് ചെയ്യും. സോ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ പ്രധാന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണ്ടിങ്ങുകൾ, അതായത് ടെറർ ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങുകൾ റദ്ദ് ചെയ്യുക, അങ്ങനെയുള്ള രാജ്യങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് പെർട്ടിക്കുലർലി ഗ്രൂപ്പ് ചെയ്യുക. അതിന് 2 ഗ്രൂപ്പുകളുണ്ട്, ഗ്രേ ലിസ്റ്റും ബ്ലാക്ക് ലിസ്റ്റും. സോ ഒരു രാജ്യം ടെറർ ഫിനാൻസിങ് നടത്തുകയാണെങ്കിൽ, മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികൾ നടത്തുകയാണ് എന്ന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ആദ്യം ഗ്രേ ലിസ്റ്റ് ചെയ്യും. അതായത് നിങ്ങൾ അങ്ങനെ കാര്യങ്ങൾ ആദ്യം ഒരു ഒബ്സർവേഷനിൽ വെക്കും, ദെൻ ഗ്രേ ലിസ്റ്റ് ചെയ്യും. എന്നിട്ടും ഇവർ പഠിച്ചില്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് 1989 രൂപീകരിച്ച ഒരു സംഘടനയാണ്. പാരീസിലെ ഒരു G7 സബ്മിറ്റ് നടക്കുന്ന സമയത്താണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത് ആദ്യമായിട്ട് രൂപീകരിച്ചത്? ടെറർ ഫിനാൻസിനെ സംബന്ധിച്ചല്ല, പകരം മണി ലോണ്ടറിങ് തടയുവാനായിട്ട് വേണ്ടിയിട്ടാണ്. സോ ആദ്യം നമ്മൾ ഈ രാജ്യങ്ങൾ ഇതിനെ സ്വീകരിച്ചത്, അല്ലെങ്കിൽ ഇത് രൂപകൽപ്പന ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണി ലോണ്ടറിങ് തടയുക, അതായത് രാജ്യങ്ങൾക്ക് പരസ്പരമുള്ള ഈ മണി ലോണ്ടറിങ് തടയുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഒരു 2006 കാലഘട്ടങ്ങളിലായപ്പോഴേക്കും എന്താണ് സംഭവിച്ചത്? നമ്മൾ ഈ ടെറർ ഫൈനാൻസിങ് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു, മനസ്സിലായോ? സോ ടെറർ ഫിനാൻസിങ് കൂടി ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് മാറി. ടെറർ ഫിനാൻസ് ചെയ്യുന്ന കൺട്രീസിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഫണ്ടിങ്ങുകളെല്ലാം റെഡ്യൂസ് ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ഒബ്ജക്റ്റീവ്. സോ 1989 ഒരു പാരീസിൽ വെച്ച് നടന്ന G7 സബ്മിറ്റിൽ ആണ് ഇത് ആദ്യമായിട്ട് രൂപീകരിക്കുന്നത് നമ്മൾ പഠിച്ചു. ആദ്യം മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, പിന്നീട് ടെറർ ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. സോ ഇന്ത്യ എന്നാണ് ഈ ഒരു ടാസ്ക് ഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്? ഇന്ത്യ 2006
ഒരു ഒബ്സർവർ ആയിട്ടാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്. ഒരു ഒബ്സർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ മെമ്പർ അല്ല, ഒരു ഒബ്സർവർ ആയിട്ടാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്. തുടർന്ന് 2010 2010 പിന്നീട് ഇന്ത്യ ഒരു ഫുൾ മെമ്പർ ആയിട്ട് മാറുന്നത്. സോ 2006 മുതൽ ഒരു ഒബ്സർവർ ആയിട്ട് വന്നു, ദെൻ 2010 ഒരു ഫുൾ മെമ്പർ ആയിട്ട് മാറി. സോ അവിടെ ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തോളൂ. According to the Financial Action Task Force, India became the founder member of the Financial Action Task Force എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണോ ശരിയാണോ? ഇന്ത്യ ഒരു ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഫൗണ്ടിങ് മെമ്പർ ആയിരുന്നു. ഇന്ത്യ ഫൗണ്ടിങ് മെമ്പർ അല്ല. കാരണം ഫൗണ്ട് ചെയ്തത് എന്നാണ് 1989 അന്നൊന്നും ഇന്ത്യ ജോയിൻ ചെയ്തിട്ടില്ല. 2006 ആയപ്പോഴാണ് ഇന്ത്യ ഒരു ഒബ്സർവർ ആയത്. 2010 ആയപ്പോൾ ഒരു ഫുൾ മെമ്പർ ആയിട്ട് മാറി. മനസ്സിലായോ? സോ ഇനി പ്രിലിംസ് പെർസ്പെക്റ്റീവ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്, അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇത് രൂപീകരിച്ചത് ഏത് G7 സബ്മിറ്റിലായിരുന്നു? പാരീസിൽ നടന്ന G7 സബ്മിറ്റിലായിരുന്നു. സോ ഓഫ് കോഴ്സ് പാരീസ് ആയിരിക്കും ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. നമ്മൾ ലോജിക് വെച്ചിട്ട് ചിന്തിക്കുക, പാരീസിലാണ് നടന്നത്. സോ പാരീസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഡെഫിനറ്റ്ലി പാരീസ് ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ആയിട്ട് വരുന്നത് നമ്മളുടെ പാരീസിലാണ്. ഓക്കെ, സോ ഇനി രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിസ്റ്റാണ്, ഗ്രേ ലിസ്റ്റ്, ബ്ലാക്ക് ലിസ്റ്റ്. സോ ഒരു രാജ്യം ഒരു മണി ലോണ്ടറിങ് നടത്തുന്നു, അല്ലെങ്കിൽ അവരുടെ ആന്റി മണി ലോണ്ടറിങ് ലോസ് നമ്മളുടെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് റെഗുലേഷനുകൾ അത്ര നല്ല രീതിയിലല്ല എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ ടെറർ ഫിനാൻസിങ് കൂട്ടുകയാണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവര് ആദ്യം ഒരു വാർണിംഗ് സ്റ്റാറ്റസ് കൊടുക്കും. മനസ്സിലായോ? സോ ആദ്യം അവരൊരു ഒബ്സർവേഷൻ സ്റ്റാറ്റസിലേക്ക് ഇടും. ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസിലേക്ക്. ദെൻ അവര് ഗ്രേ ലിസ്റ്റിലേക്ക് ഇടും. മനസ്സിലായോ? ഗ്രേ ലിസ്റ്റിലേക്ക് ഇടുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ റെസ്ട്രിക്ഷനുകൾ കൊടുക്കും. അതായത് നമ്മളുടെ എക്കോണമിക് സാങ്ഷനുകൾ, ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ടുള്ള ചില എക്കോണമിക് റെസ്ട്രിക്ഷനുകളിലേക്ക് കൊടുക്കും. എന്നിട്ട് അതുകൊണ്ടും പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ബ്ലാക്ക് ലിസ്റ്റിലേക്ക് നമ്മൾ ഇടും. മനസ്സിലായോ? ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ഇടുമ്പോൾ ഹൈ റെസ്ട്രിക്ഷനുകൾ വെക്കും. ചില കൺട്രീസ് കോർപ്പറേറ്റ് ചെയ്യില്ല. മനസ്സിലായോ? ചില കൺട്രീസ് കോർപ്പറേറ്റ് ചെയ്യില്ല. അതായത് ഇന്ന രാജ്യവുമായിട്ട് ഞങ്ങൾ ട്രേഡ് ചെയ്യില്ല, കാരണം ഇത് FATFന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കൺട്രി ആണെന്ന് ചില രാജ്യങ്ങൾ പറയും. മനസ്സിലായോ? പെർട്ടിക്കുലർലി യൂറോപ്യൻ യൂണിയനൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ള ആക്ഷനുകൾ എടുത്തെന്ന് വരാം. മനസ്സിലായോ? ചിലപ്പോൾ ജർമ്മനി, ഫ്രാൻസ് അങ്ങനെയുള്ള കൺട്രികൾ റിലേറ്റഡ് ടു FATFന്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് അവരുടെ ട്രേഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മനസ്സിലായോ? ദെൻ വേറെ എന്താണ്? എക്കോണമിക് സാങ്ഷൻ, ടാരിഫുകൾ ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രൊഡക്ട്സിന് ടാരിഫ് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്? ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് വഴി അവര് ടെറർ ഫിനാൻസിംഗിലേക്ക് ഫണ്ട് കൊടുക്കുകയാണ് എന്നൊരു തോന്നല് അവരുടെ കസ്റ്റമേഴ്സിനിടയിൽ ഉണ്ടാക്കും. സോ അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് മാർക്കറ്റ് എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം. അതിൽ എക്കോണമിക് റിലേറ്റഡ് ടൈമിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും. സോ രാജ്യങ്ങൾ എന്തിനു ബാധ്യസ്ഥമാവും? ഇതിനുള്ള ലോസ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മണി ലോണ്ടറിങ് തടയുന്നതിന് വേണ്ടിയിട്ട്, ടെറർ ഫിനാൻസിങ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ലോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥമാകും. അങ്ങനെ കൃത്യമായിട്ടുള്ള ലോ ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം ഇവര് വീണ്ടും ഇതൊന്ന് മോണിറ്റർ ചെയ്യും. ആരെ? ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് മോണിറ്റർ ചെയ്യും. അതിനുശേഷം ഇംപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അവര് അതിൽ നിന്ന് റിമൂവ് ചെയ്യും. ബ്ലാക്ക് ലിസ്റ്റിൽ നിന്നാണെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് ചിലപ്പോൾ ഗ്രേ ലിസ്റ്റിലേക്ക് ഇടും. ഗ്രേ ലിസ്റ്റിലാണെങ്കിൽ ഇംപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അവര് വീണ്ടും ഗ്രേ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യും. സോ പാകിസ്ഥാൻ ഈ ഗ്രേ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു കൺട്രിയാണ്. പാകിസ്ഥാൻ മാത്രമല്ല, ഇന്ത്യയുടെ നെയ്ബർ ആയിട്ടുള്ള മ്യാൻമർ ഈ ഗ്രേ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കൺട്രിയാണ്. മ്യാൻമർ പെർട്ടിക്കുലർലി ബ്ലാക്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കൺട്രിയാണ്. മനസ്സിലായോ? സോ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആവുകയും അതിനുശേഷം വീണ്ടും തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഇംപ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ നിന്ന് റിമൂവ് ആയി. ഓക്കെ, സോ നമ്മൾ എന്താണ് പഠിച്ചത്? ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു. അതെന്നാണ് ക്രിയേറ്റ് ചെയ്തത്, ഇന്ത്യ എപ്പോഴാണ് ജോയിൻ ചെയ്തത്, എന്തിനു വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് പഠിച്ചു. സോ എന്താണ് ഇനിയുള്ള ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ ഉണ്ടാകുന്ന ചലഞ്ചസ്? സോ കോർഡിനേഷൻ ഒരു ചലഞ്ചസ് ആണ്. മനസ്സിലായോ? ഈ രാജ്യങ്ങള് ഇത് അവരുടെ സോവറിനിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? സോ ഒരു രാജ്യത്തിന്റെ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റിലേക്ക് നമ്മളുടെ ഈ FATF കടന്നു ചെല്ലുകയാണ്. സോ ആ ഒരു ഡൊമസ്റ്റിക് കോർഡിനേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു പാടുണ്ട്. മനസ്സിലായോ? ദെൻ റിലേറ്റഡ് ടു കപ്പാസിറ്റി കൺസ്ട്രെയിൻ, പല ടെക്നിക്കൽ എക്സ്പേർട്സ് വേണം, അല്ലെങ്കിൽ ഈ മണി ലോണ്ടറിങ് കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ടെറർ ഫിനാൻസിങ് കണ്ടുപിടിക്കാനായിട്ട് ഡാറ്റ അനാലിറ്റിക്സുകൾ നമ്മൾ നടത്തണം, അല്ലെങ്കിൽ അതിന് എഫിഷ്യന്റ് ആയിട്ടുള്ള ടീം വേണം നമുക്ക്. സോ അതൊരു കൺസ്ട്രെയിൻ ആണ്. ദെൻ
കോംപ്ലക്സിറ്റീസ് ഉണ്ട്. സോ ഇപ്പോൾ ഒരു ടെറർ ഫിനാൻസിങ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും രേഖകൾ ഉണ്ടാവും. സോ അതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ വളരെ പ്രശ്നങ്ങളുള്ള ഒരു ചലഞ്ചസ് ഉള്ള സാധനങ്ങളാണ്. സോ അതെല്ലാമാണ് നമ്മളുടെ ഇംപ്ലിമെന്റേഷൻ ചലഞ്ചസ് വരുന്നത്. സോ ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സോ ദ സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ആർട്ടിക്കിൾ 19. രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ആർട്ടിക്കിളുകൾ പത്രത്തിൽ വരുന്നുണ്ട്. ഇന്ന് ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ ന്യൂസിൽ വരാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൽ ഹാസൻ റിലേറ്റഡ് ആയിട്ടൊരു കോൺട്രവേഴ്സി എയറിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നഡ ഭാഷ തമിഴ് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നൊരു വിവാദ പ്രസ്താവന നമ്മളുടെ കമൽ ഹാസൻ ഈ അടുത്ത് തഗ് ലൈഫ് എന്ന് പറയുന്ന ഒരു മൂവിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഒരു കോർട്ട് ഡിസിഷൻ വന്നിട്ടുണ്ടായിരുന്നു, ലൈക്ക് നമ്മളുടെ കമൽ ഹാസൻ മാപ്പ് പറയണമെന്നത് പറഞ്ഞുകൊണ്ട്. സോ അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ നമ്മളുടെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് അവിടെ റദ്ദ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നാണ് ഈ ആർട്ടിക്കിൾ പരിശോധിക്കുന്നത്. കോർട്സ് കുറച്ചും കൂടി ഫണ്ടമെന്റൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് പൊസിഷൻ ചെയ്യണം, മനസ്സിലായോ? അല്ലാണ്ട് ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുമ്പോൾ അതിന് ഒതുങ്ങുന്ന രീതിയിലായിരിക്കരുത് നമ്മളുടെ കോർട്ടുകൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് ഈ ആർട്ടിക്കിളിൽ സഞ്ജയ് ഹെഡ്ജ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, മനസ്സിലായോ? സോ നമുക്ക് ആർട്ടിക്കിൾ 19 എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫ്രീഡം ഓഫ് സ്പീച്ചിനെ ലിമിറ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു പോകാം. സോ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്? അതായത് ഫണ്ടമെന്റൽ ആൻഡ് റൈറ്റ് നമ്മളുടെ ഒരു അവകാശമാണ്, വിച്ച് ഈസ് ഫണ്ടമെന്റൽ ഇൻ നേച്ചർ. ആരാണ് ഈ ഫണ്ടമെന്റലിസം പ്രൊവൈഡ് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മനസ്സിലായോ? സോ ആർട്ടിക്കിൾ 19 പെർട്ടിക്കുലർലി ആർട്ടിക്കിൾ 19 നമ്മൾക്ക് 6 ഫണ്ടമെന്റൽ ഫ്രീഡംസ് നമുക്ക് കനിഞ്ഞു നൽകുന്നുണ്ട്. ആര്? കോൺസ്റ്റിറ്റ്യൂഷൻ. സോ അതിലൊന്നാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറക്കെ വിളിച്ച് പറയുവാനായിട്ടും അത് എക്സ്പ്രസ് ചെയ്യുവാനായിട്ടുമുള്ള അവകാശം ആർട്ടിക്കിൾ 19 വഴി നമുക്ക് നൽകുന്നുണ്ട്. പിന്നീട് ആർട്ടിക്കിൾ 19 നൽകുന്നത് എന്താണ്? സോ എൻഷുവർ ദ സിറ്റിസൺ അസംബിൾ പീസ്ഫുള്ളി വിതൗട്ട് ആംസ്, അതായത് ഒത്തുചേരുവാനായിട്ടുള്ള അവകാശം, പബ്ലിക് യോഗങ്ങൾ വിളിക്കുവാനായിട്ടുള്ള അവകാശം. എങ്ങനെ? വിതൗട്ട് ആംസ്. സോ പ്രശ്നം ഉണ്ടാക്കാനായിട്ടല്ല, നമുക്ക് രാജ്യത്ത് എവിടെ വേണമെങ്കിലും ഒത്തുചേരുവാനായിട്ടുള്ള അവകാശം തന്നിട്ടുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 19C പറയുന്നത് എന്താണ്? റൈറ്റ് ടു ഫോം അസോസിയേഷൻ, യൂണിയൻസ് ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, മനസ്സിലായോ? സോ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യാനായിട്ടും യൂണിയൻ ഫോം ചെയ്യാനായിട്ടും അസോസിയേഷൻ ഫോം ചെയ്യാനായിട്ടും ഉള്ള അധികാരം തന്നിട്ടുണ്ട്, മനസ്സിലായോ? സോ ഇതിൽ ഇംപ്ലൈഡ് ആയിട്ടുള്ള അധികാരം എന്താണ്? ഇതിലൊന്നും ജോയിൻ ചെയ്യാതെ ഇട്ടിരിക്കാനായിട്ടുള്ള അധികാരവും ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ആർട്ടിക്കിൾ 19D വരുമ്പോൾ എന്താണ്? റൈറ്റ് ടു മൂവ് ഫ്രീലി ടു ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യൻ ടെറിട്ടറിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഫ്രീലി മൂവ് ചെയ്യാനായിട്ടുള്ള അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 19D വഴി തന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ 19E വരുമ്പോഴോ, സോ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും റിസൈഡ് ചെയ്യാനായിട്ടുള്ള അധികാരം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഭൂമി വാങ്ങി താമസിക്കുവാനായിട്ടുള്ള അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 19G വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജിയിലേക്ക് വരുമ്പോൾ ഏത് ജോലി ചെയ്യാനായിട്ടും റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ, ക്യാരി ഓൺ എനി ഓക്യുപ്പേഷൻ, ട്രേഡ് ഓ ബിസിനസ്, ഏത് ബിസിനസ് വേണമെങ്കിലും ചെയ്യാനായിട്ടും ഏത് ട്രേഡ് വേണമെങ്കിലും ചെയ്യാനായിട്ടും ഏത് ഓക്യുപ്പേഷൻ ചെയ്യാനായിട്ടും ഉള്ളൊരു അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇതിൽ പെർട്ടിക്കുലർലി ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആയിരിക്കും കൂടുതലായിട്ട് പറയുന്നത്. സോ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? അതായത് നമ്മൾ പറയുവാനായിട്ടുള്ള അവകാശം നമ്മൾ കൃത്യമായിട്ട് പറയുമ്പോൾ മാധ്യമധർമ്മത്തിനുള്ള അവകാശം ഇതിലാണ് വരുന്നത്. സോ മീഡിയ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അവകാശം, അങ്ങനെ നമ്മുടെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയാനുള്ള അവകാശം ആർട്ടിക്കിൾ 19A വഴി നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആർക്കാണ് ഈ അവകാശം ഉള്ളത്? ആർക്കാണ് അവകാശമുള്ളത്? അതായത് ഒരു സിറ്റിസണിനാണ് അവകാശമുള്ളത്, അല്ലാണ്ട് എല്ലാവർക്കും, രാജ്യത്തുള്ള എല്ലാവർക്കും. രാജ്യത്ത് ഇപ്പൊ ഒരു ഫോറിൻ ആയിട്ടുള്ള ഒരു ഫോറിൻ നാഷണൽ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഒരാൾ ഇന്ത്യ കാണാനായിട്ട് ഒരു ടൂറിസ്റ്റിന് വന്നു, ഈ അവകാശങ്ങൾ മൊത്തം ഈ ടൂറിസ്റ്റിന് നൽകും? ഇല്ല, ഇന്ത്യൻ സിറ്റിസണിന് മാത്രമാണ് ഈ അവകാശങ്ങളുള്ളത്.
എങ്കിലും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനി, മനസ്സിലായോ? ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി, ഫോർ എക്സാമ്പിൾ ടാറ്റ അല്ലെങ്കിൽ അപ്പോളോ എന്ന് പറയുന്ന ഡിഫറെന്റ് കമ്പനീസ് ഉണ്ടല്ലോ. ഇപ്പൊ അനന്ത IAS അക്കാഡമി അതൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക. ആ കമ്പനിക്ക് എന്തുണ്ട്? ആ കമ്പനിക്ക് എന്ത് കാര്യങ്ങളും ഫ്രീലി എക്സ്പ്രസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ചിനുള്ള അധികാരമുണ്ടോ? ഇല്ല. ഇന്ത്യൻ സിറ്റിസൺ, ഓൺലി ടു ദ ഇന്ത്യൻ സിറ്റിസൺ. ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക്, ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള മനുഷ്യർക്ക് മാത്രമാണ് ഫ്രീഡം. ആർട്ടിക്കിൾ 19 വരുന്ന ഡിഫറെന്റ് റൈറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ദെൻ വി മൂവ് ടു അനദർ ക്വസ്റ്റ്യൻ. ഈ ആർട്ടിക്കിൾ 19 അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് അബ്സല്യൂട്ട് ആണ്? അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരമാധികാരമാണോ കൊടുക്കുന്നത്? അല്ല. ഒരു റൈറ്റും അബ്സല്യൂട്ട് അല്ല. രണ്ടാമത്തെ പ്രിലിംസ് ക്വസ്റ്റ്യൻ, ആർക്കാണ് അവകാശമുള്ളത്? സിറ്റിസണിന് മാത്രമേ ഉള്ളൂ. രണ്ടാമത് അബ്സല്യൂട്ട് ആണോ? അബ്സല്യൂട്ട് അല്ല, അത് ലിമിറ്റഡ് ആണ്. ആരാണ് ലിമിറ്റ് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്? ഡിഫറെന്റ് രീതികളിലൂടെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആർട്ടിക്കിൾ 19A എടുക്കാം, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതെങ്ങനെയൊക്കെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്? ഓൺ ദ ഗ്രൗണ്ട് ഓഫ് സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ്, ഒരു നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റുമായിട്ടുള്ള ഫ്രണ്ട്ലി റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട്, പബ്ലിക് ഓർഡർ, ഡീസൻസി ആൻഡ് മൊറാലിറ്റി, കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കോടതി അലക്ഷ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തും വിളിച്ചു പറയാനായിട്ടുള്ള അധികാരമില്ല. മനസ്സിലായോ? മറ്റൊരാളെ ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അവരെ തരം താഴ്ത്താനായിട്ടുള്ള ഒരു അവകാശം നമ്മളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിൽ ഇല്ല. പിന്നെ ഇതെന്താണ്? ഇൻസൈറ്റ്മെന്റ് ടു ഒഫൻസ്. ഒരു ഒഫൻസ് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്യുവാനായിട്ടുള്ള ഒരു അധികാരം നൽകുന്ന ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് ഇല്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു പബ്ലിക് പ്രസംഗം നടത്തിയിട്ട് ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ഒരാളെ ഇടിക്കണം അല്ലെങ്കിൽ ഒരാളെ തല്ലിക്കൊല്ലണം എന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. സോ അങ്ങനെയുള്ള ഒരു അധികാരമുണ്ടോ? ഇല്ല. ഒരു ഇൻസൈറ്റ്മെന്റ് ടു ഒഫൻസ്, ഒരു ഒഫൻസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമാകുന്ന രീതിയിൽ നമ്മളുടെ ഭാഷയും നമ്മളുടെ പ്രയോഗങ്ങളും പോകാനായിട്ട് പാടില്ല. ആൻഡ് ദെൻ സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. സോ ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും നിലനിർത്തുന്നതിൽ നമ്മളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിരുന്നു. സോ ഇങ്ങനെ 7-8 പോയിന്റുകളിൽ ഇന്ത്യയുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? ആദ്യം എന്താണ് ആർട്ടിക്കിൾ 19 എന്ന് പഠിച്ചു. ആദ്യം ആർട്ടിക്കിൾ 19 വരുന്ന ഡിഫറെന്റ് കാര്യങ്ങൾ പഠിച്ചു. അത് ആർക്കാണ് കൊടുക്കുന്നതെന്ന് പഠിച്ചു. ദെൻ ഡിഫറെന്റ് റെസ്ട്രിക്ഷനുകൾ പഠിച്ചു. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത്. സോ ഞാൻ ചില എക്സാമ്പിളുകൾ എടുത്തു പറയുകയാണ്. സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, അത് പെർട്ടിക്കുലർലി ആഡ് ചെയ്തത് 16th അമെന്റ്മെന്റിലൂടെയാണ്. മനസ്സിലായോ? സോ 1949 നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയിട്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇന്ത്യക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻസ് ഇന്ത്യയിലെ സിറ്റിസൺസിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ തുടങ്ങി പ്രശ്നങ്ങൾ പുറപ്പെടാൻ തുടങ്ങിയിട്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു? അതായത് ആരെങ്കിലും എന്തെങ്കിലും എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിനെതിരായിട്ട് മാറി എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഒച്ചപ്പാട് ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു ഫേമസ് കേസ് ഉണ്ട്, നോട്ട് ചെയ്ത് വെക്കണം. സ്ലൈഡ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഓർക്കുന്നില്ല. പറഞ്ഞു വന്നപ്പോൾ ഇതാണ് രമേശ് താപ്പർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. രമേശ് താപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫേമസ് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള റോമില താപ്പറുടെ ബ്രദറാണ്. സോ രമേശ് താപ്പർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. അന്ന് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ആയിട്ടാണ് രമേശ് താപ്പർ കേസിന് പോയത്, റിലേറ്റഡ് ടു പ്രസ് ഫ്രീഡം. സോ രമേശ് താപ്പറിന് ഒരു വീക്ക്ലി ഒരു മാഗസീനും ഉണ്ടായിരുന്നു. സോ അതിൽ അച്ചടിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ റിലേറ്റഡ് ആയിട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ വരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ്, ഇമ്പോർട്ടന്റ് കേസ് ലോ ആണ് രമേശ് താപ്പർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് 1951. മനസ്സിലായോ? സോ രമേശ് താപ്പറിന്റെ ഈ കേസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് പബ്ലിക് ഓർഡർ, ഡീസൻസി ആൻഡ് മൊറാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് അമെന്റ്മെന്റിലൂടെ നമ്മൾ റെസ്ട്രിക്ഷൻ ആയിട്ട് ആഡ് ചെയ്തത്. മനസ്സിലായോ? ദെൻ എന്താണ്? ദെൻ അടുത്തത് സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ ഏത് അമെന്റ്മെന്റിലൂടെയാണ് വന്നത്? 16th അമെന്റ്മെന്റിലൂടെയാണ് വന്നത്. 16th അമെന്റ്മെന്റ് എന്ന് പറയുമ്പോൾ 1963.
1963 എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യ ചൈനയുമായിട്ട് യുദ്ധങ്ങൾ വരികയാണ്. സോ അവിടെയും ആളുകൾ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാനായിട്ടുള്ള ഒരു അവസരം വരികയാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് വിളിച്ചു പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സോവറിനിറ്റി, ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ഊട്ടിയുറപ്പിക്കുന്നത് രീതിയിലായിരിക്കണം നമ്മളുടെ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 16th അമെൻമെന്റിലൂടെ നമ്മൾ ഈ സോവർണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ റെസ്ട്രിക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ ഡിഫറെന്റ് കേസ് ലോസ് പഠിച്ചു. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസ് ലോസ് കൂടി ഉണ്ട്, രമേഷ് താപ്പർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. സോ അത് നമ്മൾ ബാങ്ക് നാഷണലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു കേസ് ലോയാണ്. അത് ആ സമയം വരുമ്പോൾ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഡിസ്കസ് ചെയ്യാതിരുന്നത്. സോ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. റെസ്ട്രിക്ഷൻ എപ്പോഴാണ് വന്നത്? 1951 മുതൽ നമ്മൾ റെസ്ട്രിക്ഷനുകൾ ആഡ് ചെയ്യാൻ തുടങ്ങി. ഫേമസ് കേസ് രമേഷ് താപ്പർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസ് 1951. അത് വന്നപ്പോഴാണ് നമ്മൾ പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഡീസൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അതിനുശേഷം 16th അമെൻഡ്മെന്റ് വന്നു. 16th അമെൻഡ്മെന്റ് വന്നപ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്തു? സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അത് അമെൻഡ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? ആ സമയത്ത് ഇന്ത്യ ആൻഡ് ചൈന ടെൻഷൻസ് നടക്കുകയാണ്, മനസ്സിലായോ? സോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 2025 നടന്നു. യുദ്ധം ഒരു ഫുൾ ഫ്ലെഡ്ജ് വാർ നടന്നില്ലെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടന്നു. സോ ആ സമയത്തും ഇന്ത്യയിലെ പലരും ഇങ്ങനെ പെട്ടെന്നൊന്ന് വിളിച്ചു പറയുന്നുണ്ട് പല കാര്യങ്ങളും. മോദി ചെയ്തത് ശരിയായില്ല, നമ്മൾ ചെയ്തത് ശരിയായില്ല, ഓപ്പറേഷൻ സിന്ദൂർ തെറ്റായി പോയി എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ വിളിച്ച് പറയാം, അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ അത് സോവറിനിറ്റിയെ, ഇന്ത്യയുടെ പരമാധികാരത്തെ, അഖണ്ഡതയെ തകർക്കുന്നതാകരുത്. അങ്ങനെ ഒരു ആർട്ടിക്കിൾ എപ്പോഴാണ് ആഡ് ചെയ്തത്? 16th അമെൻഡ്മെന്റിലൂടെ. സോ ഇതാണ് നമുക്ക് ആർട്ടിക്കിൾ 19മായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ പഠിക്കുന്നത്. സോ ഈ ആർട്ടിക്കിൾ പ്രത്യേകം, ഈ എഡിറ്റോറിയൽ ആർട്ടിക്കിൾ, ഓപ്പൺ എഡിറ്റോറിയൽ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കോടതീസ് അല്ലെങ്കിൽ കോർട്ടുകള് എന്തിന് സപ്പോർട്ട് ചെയ്യണം? ഫ്രീ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം. പകരം പബ്ലിക് ആങ്കർ, പൊതുവികാരത്തിന് അടിസ്ഥാനപരമായിട്ട് നിൽക്കരുത്. അതെന്ത് സംഭവിക്കും? അങ്ങനെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നീട് ഫ്രീ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ചെയ്യാനായിട്ട് ആളുകൾ മടിക്കും. കോർട്ടുകൾ നോക്കേണ്ടത് സെക്യൂരിറ്റി ഓഫ് ദി സ്റ്റേറ്റ്, ഫ്രണ്ട്ലി റിലേഷൻ ആണോ, അല്ലെങ്കിൽ പബ്ലിക് ഓർഡറിനെ തടഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ മൊറാലിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ, ഡിഫമേഷൻ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇൻസൈറ്റ്മെന്റ് ടു ഒഫൻസ് സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. സോ ഒരു കോടതി വിധിച്ചു, നമ്മളുടെ കമൽഹാസന് ഒരു മാപ്പ് പറയാനായിട്ട് ഒരു കോടതി വിധിച്ചു. അപ്പോ ഈ കോടതി ഇത് ഏതിലുള്ള ഒഫൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്? ഒരു ഒഫൻസ്, ഇൻസൈറ്റ്മെന്റ് ടു ഒഫൻസ് ആയിട്ട് കണക്കാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഡിഫമേഷൻ ആയിട്ട് സംഭവിക്കുന്നുണ്ടോ? സോ ആർട്ടിക്കിൾ പെർട്ടിക്കുലർലി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിഡിൽ പാർട്ടിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സംഭവം, അതായത് റെസ്ട്രിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 19(2) വരുന്ന ഒരു കാര്യവും കമൽഹാസൻ ഡയറക്ട്ലി ചെയ്തിട്ടില്ല. അത് നമ്മളുടെ ഓഥറിന്റെ വ്യൂ ആണ്. സോ അപ്പോ കോടതികൾ നോക്കേണ്ടത് ഈ 7 കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ സ്പീച്ചിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നോക്കേണ്ടത്. അല്ലാണ്ട് പബ്ലിക് ആങ്കർ അല്ലെങ്കിൽ പൊതുജനത്തിന്റെ താല്പര്യം എന്താണ് എന്നുള്ളതൊന്നും നോക്കേണ്ട കാര്യമില്ല. അവരുടെ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ള താല്പര്യം എന്താണ്, അവരുടെ വികാരം എന്താണെന്നുള്ളതൊന്നും കോർട്ട് ഡിസൈഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. സോ കോടതികൾ നിലനിൽക്കുമ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഭാഗത്ത് നിലനിൽക്കണം എന്ന് ക്രിട്ടിക്കൽ ആയിട്ടാണ് ഈ ആർട്ടിക്കിൾ എഴുതിയ ആള് നമ്മളോട് പറയുന്നത്. ഓക്കെ, ഇതാണ് സെക്കൻഡ് ആർട്ടിക്കിൾ. സോ നമ്മൾ തേർഡ് ആർട്ടിക്കിളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, തേർഡ് ആർട്ടിക്കിളും ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ്, റിലേറ്റഡ് ടു കൺസൾട്ടേറ്റീവ് റെഗുലേഷൻ. സോ ഇത് ഗവർണൻസ് പാർട്ടിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ എന്താണ് ഈ കൺസൾട്ടേറ്റീവ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു റെഗുലേഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, ഒരു ലോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് കൺസൾട്ട് ചെയ്യും. ആരാണ് ഈ മറ്റുള്ളവര്? അതായത് സാധാരണ ജനങ്ങളോട് കൺസൾട്ട് ചെയ്യും. അതായത് ഒരു എക്കോണമിക് ലോ ഒരു RBI പാസ്സാക്കുകയാണ്, അല്ലെങ്കിൽ സെബി പാസ്സാക്കുകയാണ്. സോ അത് ഇന്റൻഡഡ് ആയിട്ടുള്ള ആളുകൾ, സോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരിൽ നിന്നുള്ള ഇൻഫറൻസസ് എടുക്കുകയും അത് പിന്നീട് ആ ലോവിനെ പരിഷ്കരിക്കുവാനായിട്ടുള്ള ചട്ടങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നതിനെയാണ് കൺസൾട്ടേറ്റീവ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരാള് ഇന്ന് എനിക്കൊരു നിയമം പാസ്സാക്കണമെന്ന് പറയുകയാണ്, അതങ്ങോട്ട് പാസ്സാക്കി വിടുകയല്ല ഒരു മെച്യൂർ ഡെമോക്രസിയിൽ നടക്കേണ്ടത്. പകരം നമ്മളൊരു നിയമം പാസ്സാക്കണമെങ്കിൽ നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് ആ നിയമത്തെ എത്തിക്കുകയും അത് അവിടെ ചർച്ച ചെയ്ത് അത് തിരിച്ചു വന്ന് ഒരു റെഗുലേഷൻ പാസ്സാക്കുകയും ചെയ്യണം. മനസ്സിലായോ? സോ
ആ, അങ്ങനെ ഒരു കൺസൾട്ടേറ്റീവ് റെഗുലേഷനിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ അതുമായി ബന്ധപ്പെട്ടൊരു ആർട്ടിക്കിളാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ ആർട്ടിക്കിളിലേക്ക് പോകാം. ഇന്നത്തെ ആർട്ടിക്കിളിൽ പ്രത്യേകമായിട്ട് പറയുന്നത് രണ്ട് കേസുകൾ എക്സാമ്പിൾ ആക്കി എടുത്തുകൊണ്ടാണ്. ഒന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഒരു റെഗുലേഷൻ, അതായത് പുതിയ റെഗുലേഷനുകൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അവർ പാലിക്കും. അതായത് ഞങ്ങൾ ആദ്യം ഒരു റെഗുലേഷന്റെ ഒരു കരട് രൂപം പുറപ്പെടുവിക്കും, അതിനുശേഷം അത് ജനങ്ങൾക്ക് വായിക്കുവാനായിട്ടുള്ള ഒരു ഇതായിട്ട് നമ്മൾ പബ്ലിക്കലി പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം അതിന്റെ ഇൻഫ്ലുവൻസസുകൾ നമ്മൾ കളക്ട് ചെയ്യും. അതിൽ നല്ല റെക്കമെൻഡേഷനുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യും എന്നുള്ള ഒരു പ്രൊസീജിയർ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തു. റിലേറ്റഡ് ടു ആർ ബി ഐയും ചെയ്യുമ്പോൾ, അതായത് ഫ്രെയിം വർക്കുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അവർ ഡയറക്ഷൻസ്, ഗൈഡ് ലൈൻസ്, നോട്ടിഫിക്കേഷനുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്യും. മനസ്സിലായോ? ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്യും. അങ്ങനെ ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്യുമ്പോൾ എന്താണ് ഗുണം ഉണ്ടാവുന്നത്? അതായത് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നോട്ട് നിരോധിച്ചു. ആരാണ് നിരോധിക്കുന്നത്? ആർ ബി ഐയുടെ നോട്ടാണല്ലോ. അപ്പൊ ആർ ബി ഐ നിരോധിക്കുന്നു, നോട്ട് നിരോധിക്കുന്നു. സോ അങ്ങനെ ഒരു റെഗുലേഷൻ വന്നു കഴിയുമ്പോൾ അതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും എന്ന് ആദ്യം പഠിക്കും. അതായത് നോട്ട് നിരോധിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു രാത്രി 7:30 ആയി കഴിയുമ്പോൾ ഒരു പ്രസംഗത്തിലൂടെ നോട്ട് നിരോധിക്കുകയല്ല ചെയ്യുന്നത്. മനസ്സിലായോ? നോട്ട് നിരോധിക്കാം എന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പോൾ ആദ്യം ആർ ബി ഐ അതിന്റെ ഇമ്പാക്ട് പഠിക്കും. അതിനുശേഷം അത് എക്കോണമിക് റാഷണൽ ആണോ എന്ന് നമ്മൾ നോക്കും. എക്കോണമിക് റാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് നമുക്ക് എക്കോണമിക് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കും. മനസ്സിലായോ? അതിന് ശേഷമായിരിക്കും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? സോ ആദ്യം അത് ജനങ്ങളിലേക്ക് എത്തിക്കും. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ തീരുമാനിക്കാൻ പോകുന്നുണ്ട്, അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയായിരിക്കും എന്ന് നമ്മൾ തീരുമാനിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ കറന്റ് ഈ കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് നമ്മൾ പല ലോസ് മേക്ക് ചെയ്യുമ്പോഴും ഉണ്ട്. പക്ഷേ അത് ഇൻക്രീസ് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ്. നമ്മൾ റെഗുലേഷനുകൾ മേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ നമ്മൾ നിയമങ്ങളായിട്ട് പാസ്സാക്കുമ്പോഴും അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുകൾ പുറപ്പെടുവിക്കുമ്പോഴും അതിന്റെ ഇമ്പാക്ട് അസസ് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് എക്കോണമിയിൽ ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്? അതായത് നിങ്ങളൊരു വലിയൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക, ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ആപ്പിൾ കമ്പനിയാണ്, ആപ്പിൾ ഐഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾ ഇന്ത്യയിലേക്ക് വരികയാണ്. മനസ്സിലായി? ഇന്ത്യയിൽ നിങ്ങൾ ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് വരികയാണ്. സോ ഇന്ത്യയിൽ ഇന്നൊരു നിയമം പറഞ്ഞു, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അവർ ആ നിയമം മാറ്റി പറയുകയാണ്. മനസ്സിലായത്? ഇത് നമ്മളുടെ വേറൊരു റെഗുലേഷൻ ആണെന്ന് പറഞ്ഞിട്ട് 10 ദിവസം കഴിയുമ്പോൾ വേറൊരു നിയമം പറയുകയാണ്. അതിനുശേഷം വീണ്ടും 10 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ പറയുകയാണ് ഈ നിയമം ഇല്ല, മറ്റേ നിയമമാണ് പ്രാബല്യത്തിൽ. നമ്മൾ ഡിഫറെന്റ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കമ്പനിക്ക് എന്ത് തോന്നും? ഇങ്ങോട്ട് വരണ്ടില്ലായിരുന്നു എന്നൊരു തോന്നൽ തോന്നും. അതായത് ഇവന്മാർ എപ്പോഴും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്, അതായത് നമുക്കൊരു ഫ്രീഡം നമുക്ക് ഇവിടെ കിട്ടുന്നില്ല എന്നൊരു തോന്നൽ തോന്നും. അത് നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. മനസ്സിലായോ? സോ എക്കോണമി പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, അതായത് എക്കോണമി എന്ന് പറയുന്നത് ഒരു സസ്പെൻസ് ത്രില്ലർ അല്ല. എന്ന് വെച്ചാൽ എന്താണ്? എക്കോണമി എന്ന് പറയുന്നത് ഒരു സസ്പെൻസ് ത്രില്ലർ അല്ല. അതായത് എക്കോണമിയിൽ എന്ത് നടത്തുമ്പോഴും എന്ത് ചെയ്യണം? അതിന്റെ എക്കോണമിക് റാഷണൽ അല്ലെങ്കിൽ എക്കോണമിക് ഇമ്പാക്ട് നമ്മൾ പഠിക്കണം. മനസ്സിലായോ? സോ എന്റെ ഐഡിയോളജി പ്രകാരം നോട്ട് നിരോധിച്ചത് തെറ്റായ ഒരു ഐഡിയോളജിയായിരുന്നു. കാരണം എന്താണ്? അത് പെട്ടെന്ന് എക്കോണമിയെ ഇമ്പാക്ട് ചെയ്യും. മനസ്സിലായോ? അതെങ്ങനെ ഇമ്പാക്ട് ചെയ്യും? ആ ഇമ്പാക്ട് നമ്മൾ അവിടെ പഠിക്കാനായിട്ട് വിട്ടുപോയി. മനസ്സിലായോ? സോ എക്കോണമി ഒരു സസ്പെൻസ് ത്രില്ലർ ആയിട്ട് ഒരിക്കലും ആക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ പുറത്തുനിന്നുള്ള ഒരാള് ഒരു 20 കോടിയുടെ അല്ലെങ്കിൽ ഒരു 200 കോടിയുടെ US$ ഒരു ബിസിനസ്സുമായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. മനസ്സിലായോ? പെട്ടെന്ന് ഒരു ദിവസം നോട്ട് നിരോധിക്കുകയും അവരുടെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റാത്ത ഒരു 2-3 മാസത്തോളം റൺ ചെയ്യാൻ പറ്റാത്തുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നീടുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ ഇവിടേക്ക് വരുന്നത് ചുരുങ്ങും. മനസ്സിലായോ? സോ അതിന്റെ ഇമ്പാക്ട് എങ്ങനെയായിരിക്കും നമ്മുടെ എക്കോണമിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ എക്കോണമിയിൽ ഒരു റെഗുലേഷനുകൾ, ഒരു ലോസ് എല്ലാം പാസ് ചെയ്യാനായിട്ട്. ഡിഫറെന്റ് എക്കോണമീസ് നമുക്ക് എടുത്തു നോക്കാം. ഏതാണ്? USA ആയിരിക്കാം, യൂറോപ്യൻ യൂണിയൻ ആയിരിക്കാം. പെർട്ടിക്കുലർലി യൂറോപ്യൻ യൂണിയനിൽ ഒരു നിയമം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്കോണമിയിൽ പുതിയൊരു റെഗുലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ
അവര് പഴയ ഒരു റെഗുലേഷൻ എടുത്തു മാറ്റും. മനസ്സിലായോ? 4 റെഗുലേഷനുകൾ ഉണ്ടെങ്കിൽ അഞ്ചാമതായിട്ടുള്ള ഒരു റെഗുലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ 4 ഒരെണ്ണം എടുത്തു മാറ്റണം. മനസ്സിലായോ? സോ അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് എക്കോണമിക് ഫ്രണ്ട്ലി ആവാനായിട്ടാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഫ്രണ്ട്ലി ആവാനായിട്ടാണ്, എന്റർപ്രണർ ഫ്രണ്ട്ലി ആവാനായിട്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഫ്രണ്ട്ലി ആവാനായിട്ടാണ് എന്ന് നമുക്ക് പറയാം. സോ അങ്ങനെയുള്ള നിയമങ്ങൾ, റെഗുലേറ്ററി ഫ്രെയിംവർക്കുകൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് പ്രാക്ടീസുകൾ നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, സോ അതാണ് ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിളിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത്. സോ ഇനി മുതൽ എന്ത് ചെയ്യും ആർ ബി ഐ ഇനി മുതൽ ഒരു റെഗുലേഷൻ കൊണ്ടുവരുമ്പോൾ അതിന്റെ ഇമ്പാക്ട് അസസ്മെന്റ് നടത്തും. മനസ്സിലായോ? അതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ് എക്കോണമിയിൽ വരുന്നത് എന്ന് അസസ് ചെയ്യും. സെബി ആണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ ഇന്റന്റ് എന്താണ്, ഇങ്ങനെ ഒരു നിയമം വരുന്നു, അതിന്റെ ഇന്റന്റ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവുകൾ എന്തായിരിക്കും എന്ന് ഐഡന്റിഫൈ ചെയ്യും. സോ ഇവിടെ ഈ പെർട്ടിക്കുലർലി ഓദർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കോ, അതെല്ലാം നല്ലതാണ്, പക്ഷേ അത് എക്കോണമിക്കലി റാഷണൽ ആയിരിക്കണം. എക്കോണമിക്കൽ റാഷണലിന് വേണ്ടിയിട്ടാണോ ഈ 2 കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് അതിന്റെ ഇമ്പാക്ട് അനലൈസ് ചെയ്യുമ്പോൾ എക്കോണമിക്കലി റാഷണൽ അല്ല, അതായത് എക്കണോമിക് നല്ലതല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതവിടെ ലീവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അക്കൗണ്ടബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു നിയമം നമ്മൾ പാസ്സാക്കി, ഇപ്പോൾ നോട്ട് നിരോധിക്കുവാനായിട്ടുള്ള നിയമം നമ്മൾ പാസ്സാക്കി, അതിന്റെ അക്കൗണ്ടബിലിറ്റി എന്താണ്? ഒരു 5 വർഷത്തിന് ശേഷം അത് വീണ്ടും അസസ് ചെയ്യണം. മനസ്സിലായോ? ഇപ്പോ നോട്ട് നിരോധിക്കാനായിട്ടുള്ള നിയമം നമ്മൾ പാസ്സാക്കി, അതിന്റെ ഇമ്പാക്ട് നമ്മൾ അനലൈസ് ചെയ്തു. അതായത് നമ്മൾ പറയാണ് ഈ കൗണ്ടർ ഫീറ്റ് കറൻസികളെ ഒഴിവാക്കാനായിട്ടാണ്, അതായത് കള്ളനോട്ടുകൾ നിരോധിക്കുവാൻ വേണ്ടിയിട്ടാണ്, കള്ളനോട്ടുകൾ അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോട്ട് നിരോധനം ഏർപ്പെടുത്തിയത്. സോ അതിന്റെ ഇമ്പാക്ട് എന്താണ് എന്നുള്ളത് 2-3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യണം. അതിനുള്ളൊരു മെക്കാനിസം വരണം. സോ അത് അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായോ? സോ ഇറ്റ് ഓൾസോ ക്രിയേറ്റ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. മനസ്സിലായോ? സോ ഒരു പുതിയ നിയമം ക്രിയേറ്റ് ചെയ്യുമ്പോൾ പബ്ലിക് ഒപ്പീനിയൻ നമ്മൾ എടുക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻ നമ്മൾ എടുക്കും. അതുവഴി ട്രാൻസ്പെറൻസി. സോ ഇവിടെ പറയുന്നത് പെർട്ടിക്കുലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പബ്ലിക് ഒപ്പീനിയൻ നമ്മൾ കളക്ട് ചെയ്യുകയും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുകയും വേണം. മനസ്സിലായി? ഇന്ന ഒപ്പീനിയനുകൾ വന്നു എന്ന് പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യുകയും വേണം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയും എടുക്കാത്ത കാര്യങ്ങൾ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ഡിസ്കസ് ചെയ്യുകയും വേണം. സോ അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്യണം. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒറ്റ പോയിന്റ് ഉള്ളൂ, എക്കോണമിക് റാഷണലിലായിരിക്കണം നമ്മളുടെ റെഗുലേഷനുകൾ വരേണ്ടത്. സോ കൺസൾട്ടേറ്റീവ് റെഗുലേഷൻ വരുമ്പോൾ അന്ന് ഒറ്റ കാര്യം മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. എന്താണ് അത്? എക്കോണമിക് റാഷണൽ ആണോ എന്നാണ് ചിന്തിക്കേണ്ടത്. സോ ഈ എക്കോണമിക് റാഷണലിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് ഫിനാൻഷ്യൽ സെക്ടർ ലെജിസ്ലേറ്റീവ് റിഫോംസ് കമ്മീഷൻ, അതായത് ഫിനാൻഷ്യൽ സെക്ടേഴ്സിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടിൽ റിഫോമുകൾ കൊണ്ടുവരാനായിട്ട് 2013 ഒരു കമ്മീഷനെ നമ്മൾ വെച്ചു. ഫിനാൻഷ്യൽ സെക്ടറിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടിൽ റിഫോമുകൾ കൊണ്ടുവരാനായിട്ട് 2013 നമ്മൾ ഒരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷന്റെ ഒരു സജഷൻ ആയിരുന്നു, അതായത് എക്കോണമിക് റാഷണൽ, അതായത് റാഷണാലിറ്റി. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് റാഷണൽ ആയിട്ടാണോ ചെയ്യുന്നത്, എക്കോണമിക് റാഷണാലിറ്റി വേണം എന്ന് നമ്മൾ ആ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. അത് ഈ ഫിനാൻഷ്യൽ ലെജിസ്ലേഷനിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിൽ മാത്രമല്ല, എല്ലാ സെക്ടർ ചെയ്യുമ്പോഴും അത് ചെയ്യണം എന്ന് നമ്മൾ നിർബന്ധം പിടിച്ചു. കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. അത് പിന്നീട് ഡിഫറെന്റ് സെക്ടേഴ്സിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ യൂണിയൻ ലോസ് ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ, യൂണിയന്റെ ഡിഫറെന്റ് ലോസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുൻപ് കരട് ബില്ല് പാസ്സാക്കിയിട്ട് അത് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അതിന് ഒരു 21 ഡേയ്സിൽ പബ്ലിക്കിന് അതിനുള്ള കമന്റ്സുകൾ വെബ്സൈറ്റ് ത്രൂ ഇത് ചെയ്യാം, അറിയിക്കാം. അതിന് ശേഷമായിരിക്കും അതൊരു നിയമമായിട്ട് പാസ്സാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അത് കുറച്ചും കൂടി ഇപ്പോൾ ഫിനാൻഷ്യൽ സെക്ടറിന്റെ കാര്യത്തിലാണെങ്കിൽ അത് കുറച്ചും കൂടി ഇംപ്ലിമെന്റ് ചെയ്യണം എന്നാണ് ഈ ആർട്ടിക്കിൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ ഡിഫറെന്റ് ഇന്റർനാഷണൽ ബെസ്റ്റ് പ്രാക്ടീസസ് ഞാൻ പറഞ്ഞു. മനസ്സിലായോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട ഒരു പ്രാക്ടീസ് പറഞ്ഞു. 4 ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരു ലോ അവരെടുത്ത് മാറ്റും. യുണൈറ്റഡ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടൊരു ആർട്ടിക്കിൾ എന്താണ്? അവര് കോസ്റ്റ് ബെനിഫിറ്റ് അനലൈസ് ചെയ്യും. സോ ലീസ്റ്റ് ബർഡൻ ആയിട്ടുള്ള, അതായത് സൊസൈറ്റിക്ക് ലീസ്റ്റ് ബർഡൻ ആയിട്ടുള്ള ഒരു ലോ മാത്രമേ അവര് ഇംപ്ലിമെന്റ് ചെയ്യുകയുള്ളൂ. മനസ്സിലായോ? സോ യുണൈറ്റഡ് സ്റ്റേറ്റിൽ നോട്ട് നിരോധനം നടക്കുമോ? നോട്ട് നിരോധനം നടക്കാം, കഴിയുകയൊന്നുമില്ല. പക്ഷെ
അത് നടത്തുന്നതിന് മുൻപ് അവർ എന്ത് ചെയ്യും? കോസ്റ്റ് ബെനിഫിറ്റ് അനലൈസ് ചെയ്യും. അതിനുശേഷം ലീസ്റ്റ് ബേർഡൻ ആണോ, വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടോ ഇത് ചെയ്യാനായിട്ടുള്ളതെന്ന് നോക്കും. മനസ്സിലായോ? സോ ഫ്രെയിം വർക്ക് റെഗുലേഷൻ ബെറ്റർ ആകാനായിട്ട് ഇത് സഹായിക്കും. സോ ഗ്ലോബൽ സ്റ്റാൻഡേർഡുമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസൾട്ടേറ്റീവ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെമോക്രസിയുടെ ഏറ്റവും ഒരു പ്യുവർ ഫോമാണ്. അതായത് സാധാരണ ജനങ്ങളോട് ചോദിച്ചുകൊണ്ടാണ് അവർ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. സോ അങ്ങനെ ഒരു ഫോം വരുമ്പോൾ ഒരു മെച്യൂർ ഡെമോക്രസിയിലൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. സോ അങ്ങനെ ഒരു മെച്യൂർ ഡെമോക്രസിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ പ്രത്യേകമായിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഫോർത്ത് ആർട്ടിക്കിൾ ആൻഡ് ദ ലാസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യസ് EV മാനുഫാക്ചറിംഗ് സ്ട്രാറ്റജി റോഡ് മാപ്പ്. ഇതിന്റെ മുകളിൽ ഈ നമ്മുടെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടാക്ട് സെഷനിൽ ഈ വാർത്തയ്ക്ക് മുകളിലായിട്ട് സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. എങ്ങനെയാണ് സെൻസസ് പ്രവർത്തിക്കുന്നത്? സെൻസസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് സെൻസസിന്റെ ഹിസ്റ്ററി, എങ്ങനെയാണ് സെൻസസ് നടക്കുന്നത്, ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ഹിസ്റ്ററി, ഏത് വകുപ്പിന്റെ കീഴിലാണ്, ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് സെൻസസ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു 30 മിനിറ്റ്സ് എടുത്തിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കഴിഞ്ഞ ക്ലാസ് കാണാത്തവര് സെൻസസിനെ കുറിച്ചിട്ട് ആ ക്ലാസ് കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ഇന്നത്തെ ന്യൂസിൽ ടെക്സ്റ്റ് ആൻഡ് കോണ്ടാക്ട് സെഷനിൽ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്യുവർ റിസർച്ച്ഡ് ആയിട്ട് ഒരു 20 to 30 മിനിറ്റ്സ് നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഞാൻ വീണ്ടും നമ്മളുടെ സെൻസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് പോകാത്തത്. സോ സെൻസസിന്റെ താഴെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് റിലേറ്റഡ് ടു ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ്. സോ ഇന്ത്യ പുതിയൊരു ഷിഫ്റ്റ് നടത്തുകയാണ്. എന്താണ്? ഇലക്ട്രിക് കാർ മാനുഫാക്ചറിങ് ഇന്ത്യയിലേക്ക് നമ്മൾ ലോക്കലൈസ് ചെയ്യാൻ പോവുകയാണ്. സോ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ലോക്കലൈസ്ഡ് പ്രൊഡക്ഷൻസ് നമ്മൾ കീപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ അതിൽ നമുക്ക് ഉണ്ടാവുന്ന ചലഞ്ചസുകൾ എന്തൊക്കെയാണ്, അതിൽ നമുക്കുള്ള അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, സോ ആരാണ് ഇങ്ങനെ ഒരു പോളിസി ഷിഫ്റ്റ് നടത്തുന്നത്? സോ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ്. അങ്ങനെ ഒരു മിനിസ്ട്രി ഉണ്ടെന്ന് പലരും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സോ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പെർട്ടിക്കുലർലി മിനിസ്ട്രി ഉണ്ട്. പ്രധാനമായിട്ടുള്ള വലിയ ഇൻഡസ്ട്രികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് റിലേറ്റഡ് ടു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹെവി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രി. സോ അവരുടെ കീഴിൽ ഒരു പുതിയ EV പോളിസി നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. സോ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് ഡിഫറെന്റ് EV പോളിസീസ് നമുക്കുള്ളതായിട്ട് തോന്നാം. അങ്ങനെ ഡിഫറെന്റ് പോളിസീസ് ഇല്ല. ഓരോ മിനിസ്ട്രിക്കും ഓരോ പോളിസീസ് ഉണ്ട്. വിച്ച് റിലേറ്റഡ് ടു കൊമേഴ്സ് മിനിസ്ട്രി ആണെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ എക്കോളജി പോളിസീസ് ഉണ്ടാവാം. മനസ്സിലായോ? സോ അതിൽ EVയെ പരാമർശിച്ചിട്ടുണ്ടാവാം. ഇപ്പോ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന് ഉണ്ടാവാം, മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് ഉണ്ടാവാം, അതായത് ഫണ്ട് റിലേറ്റഡ് ആയിട്ട്. സോ ഒരു പെർട്ടിക്കുലർ ന്യൂ EV പോളിസി എന്തിനു വേണ്ടിയിട്ട്, പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആണ്. സോ അവര് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് കറന്റ് നമ്മളുടെ EV കാർസിന്റെ ഒരു മാർക്കറ്റ് പെനിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 to 8% ആണ്. അതായത് ഇന്ത്യയിൽ കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറുകളിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കാറുകളിൽ 7 മുതൽ 8% വരെ ഇലക്ട്രിക് വെഹിക്കിൾ ആയിട്ട് മാറാനായിട്ട് നമ്മൾ കഴിഞ്ഞു. മനസ്സിലായോ? സോ അതൊരു 15%ലേക്ക് പോയി ഇൻക്രീസ് ചെയ്യുക, ഓൾമോസ്റ്റ് ഒരു ഡബിളിലേക്ക് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഈ പെർട്ടിക്കുലർ പോളിസിയുടെ ലക്ഷ്യം. സോ നമ്മൾ എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇതുവഴി നമ്മൾ ലോക്കലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുക. അതായത് പുറത്തു നിന്നുള്ള ഇമ്പോർട്ട് അല്ല, നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ അതിനുള്ള നമ്മളുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഒന്ന്, ചീപ്പ് ലേബർ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. സോ നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് അധികമായിട്ടുണ്ട്. സോ അവിടെ നമുക്ക് ചീപ്പ് ലേബർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് താരിഫുകൾ കുറച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇങ്ങനെയുള്ള കമ്പനികൾക്കും ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ ഹൗസുകൾക്കും അതിനെ ഒരു പെർട്ടിക്കുലർ പേര് പറയും നമ്മൾ. എന്താണ്? പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ പ്രൊഡക്ഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനായിട്ട് ശ്രമിക്കും.
ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചീപ്പ് ലേബേഴ്സ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മൾ ഇൻസെന്റീവുകളും താരിഫുകളും റെഡ്യൂസ് ചെയ്യും. ഇൻസെന്റീവ് കൂട്ടും, താരിഫ് കുറയ്ക്കും. അങ്ങനെയുള്ള ഒരു സ്കീമിന്റെ പേരാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങും. എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യണം, R&D ക്രിയേറ്റ് ചെയ്യണം. കാരണം ചൈന അടക്കമുള്ള വമ്പന്മാരുണ്ട്, കൊറിയയുണ്ട്. ആരാണ്? പല കമ്പനികളും പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ടോപ്പ് നോച്ച് ആയിട്ടുള്ള കാറുകളാണ്. സോ അതുപോലെയുള്ള കാറുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യണം. സോ R&D ചെയ്യണം. മനസ്സിലായോ? സോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് എന്ത് നമ്മളുടെ EV പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മുടെ മാർക്കറ്റ് ഷെയർ ഒരു 15% ഇൻക്രീസ് ചെയ്യുക. 7.8% എന്ന് പറയുന്നത് ഒരു 50% ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് അതിനുള്ളത് നമ്മൾ എന്ത് കൊടുക്കും? നമ്മൾ ടാരിഫുകൾ റെഡ്യൂസ് ചെയ്ത് കൊടുക്കും, ചീപ്പ് ലേബേഴ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമുകൾ നമ്മൾ കൊടുക്കും, എക്സ്പോർട്ട് പ്രൊമോഷനുകൾ നമ്മൾ കൊടുക്കും. അങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ കൊടുക്കും. ഓക്കെ, സോ ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണ്? റിലേറ്റഡ് ടു എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇത് വഴി വരുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു കാര്യങ്ങൾ, എന്തൊക്കെ ചലഞ്ചസുകൾ നമുക്കുണ്ട്? റിലേറ്റഡ് ടു ഒന്നാമത്തെ ചലഞ്ച്, നമുക്ക് ലിഥിയം റിസർവ് ഇല്ല എന്നുള്ളതാണ്. സോ നമ്മളുടെ EV ഇലക്ട്രിക് വെഹിക്കിളിന്റെ ബാറ്ററീസ് എന്ന് പറയുന്നത് ലിഥിയം ബാറ്ററികളാണ്. സോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മിനറലുകൾ, ക്രിട്ടിക്കൽ മിനറലുകൾ നമ്മളുടെ ഇന്ത്യയില് നാച്ചുറലി ഇല്ല, അധികമില്ല. ഓക്കെ, സോ അതിന് നമ്മൾ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി ചെയ്യേണ്ടി വരും. റിലേറ്റഡ് ടു ചൈന അല്ലെങ്കിൽ നോർത്ത് കൊറിയ അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ബ്രസീൽ അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി ചെയ്യേണ്ടി വരും, ഡിപ്പെൻഡന്റ് ആകേണ്ടി വരും. ഓക്കെ, സോ പിന്നീട് വരാൻ പറ്റുന്ന പ്രശ്നങ്ങൾ എന്താണ്? കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞു ചൈന പോലെയുള്ള രാജ്യങ്ങള് അഗ്രസീവായിട്ട് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ MG ഹെക്ടർ എന്ന് പറയുന്ന നമ്മളുടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കമ്പനി, ചൈനീസ് കമ്പനി. സോ അങ്ങനെയുള്ള ഡിഫറെന്റ് കമ്പനീസ് ഡിഫറെന്റ് ഇന്നോവേഷൻസുകൾ കൊടുക്കുന്നുണ്ട്. സോ ആ കോമ്പറ്റീഷൻ അഡ്വാൻറ്റേജ്, ആ കോമ്പറ്റീഷനിൽ നമ്മൾ പിന്തള്ളപ്പെടാനായിട്ട് പാടില്ല. സോ അത് ഒരു ചലഞ്ച് ആണ്. ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിറ്റിക്കൽ മിനറൽസ്. രണ്ടാമത്തെ ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവ് എഡ്ജ് നമുക്ക് നഷ്ടപ്പെടാതെ വരിക്കുന്നു. മൂന്നാമത്തെ കാര്യം ലോങ് ടേമിലുള്ള ഇമ്പാക്റ്റ് ആണ്. അതിന് ഞാനൊരു പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒരു നോൺ ഫിക്ഷണൽ പുസ്തകമാണ്, ഗംഭീരമായിട്ടൊരു പുസ്തകമാണ്. ഹൗ ദ വേൾഡ് റിയലി വർക്ക്സ് ബൈ വാക്ലബ് സ്മിൽ. വാക്ലബ് സ്മിൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നതാണ്. എങ്ങനെയാണ് ശരിക്കും ഈ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറിയത് കൊണ്ട് മാത്രം നമ്മളുടെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എക്കോളജിയുടെ എനർജി ഡെഫിഷ്യൻസി പരിഹരിക്കാനായിട്ട് സാധിക്കുന്നു ഇല്ല എന്ന് പറയുന്ന ക്രിറ്റിക്കൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് വാക്ലബ് സ്മില്ലിന്റെ ദ ഹൗ ദ വേൾഡ് റിയലി വർക്ക്സ് എന്ന് പറയുന്ന ഒരു ചോദ്യം. സോ അതിൽ നമ്മളുടെ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇലക്ട്രിക് വെഹിക്കിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് എനർജിയിലൂടെയാണ്. ആ എനർജിയെ മൊത്തം നമുക്ക് ഇലക്ട്രിക്കിലേക്ക് അല്ലെങ്കിൽ ഗ്രീൻ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു പുസ്തകമാണ്. സോ നമ്മൾ ലോങ് ടേമിൽ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ നമ്മളൊരു എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കില്ല. പകരം എന്ത് വേണം? നമ്മുടെ ഡിഫറെന്റ് സെക്ടേഴ്സ്, അതായത് ഫാക്ടറീസ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻസ് അങ്ങനെയുള്ള സെക്ടറുകളിൽ എല്ലാം ഇലക്ട്രോണിക്, അതായത് കാറുകളിലേക്ക് മാത്രം നമ്മൾ ചുരുങ്ങരുത്. പകരം നമ്മളുടെ എല്ലാ മേഖലകളിലേക്കും ഈ ഗ്രീൻ എനർജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി പോകണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഈ ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു നമ്മളുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോളിസീസ് ഗംഭീരമായിട്ട് വരുള്ളൂ. സോ EVയിലേക്ക് മാത്രം നമ്മൾ അത് ലിമിറ്റ് ചെയ്യരുത് എന്ന് പറയുന്നതാണ് അടുത്തൊരു ചലഞ്ച്. സോ നമ്മൾ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് ഫാക്ടേഴ്സ് നമ്മൾ അതിന് അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡിഫറെന്റ് ചലഞ്ചേഴ്സ് ഉണ്ട്. ദെൻ നമ്മളുടെ വിഷനിലേക്ക് എത്തണമെങ്കിൽ ഈ EV മാത്രം പോരാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ ആൻസർ സബ്മിറ്റ് ചെയ്യണം. സോ ഇതൊരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അതൊരു മെയിൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കൊടുക്കും?
നമ്മൾ ആദ്യം മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിനെ കുറിച്ച് പറയും, അവരുടെ പോളിസിനെ കുറിച്ച് പറയും, നമ്മളുടെ അഡ്വാൻറ്റേജുകൾ, നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നു, നമ്മൾ ഫ്രീ ലേബർ, ചുരുങ്ങിയ ചെലവിലുള്ള ലേബർ കൊടുക്കുന്നു, നമ്മൾ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് കൊടുക്കുന്നു, ലോക്കലൈസേഷൻ മാർക്കറ്റ് കൊടുക്കുന്നു, എക്സ്പോർട്ടിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടെന്ന് പറയാം. നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ട്, പുറത്തുനിന്നുള്ള കോമ്പറ്റീഷനുകൾ ഉണ്ട്. ആരാണ്? ചൈനയുണ്ട്, നോർത്ത് കൊറിയ ഉണ്ട്. അങ്ങനെ കാർ മാനുഫാക്ചറിംഗ് കമ്പനീസ് EVസിൽ ഹൈലി ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് വരുന്ന ഫാക്ടർ എന്താണ്? പിന്നീട് വരുന്ന ഫാക്ടർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ നമ്മൾ ലെസ് ആണ്. സോ ആ കാര്യം നമ്മൾ പറയാം. മനസ്സിലായോ? സോ ക്രിറ്റിക്കൽ മിനറലിന്റെ കാര്യം പറയാം. നമുക്ക് ചലഞ്ചാണ്, നമുക്ക് ക്രിറ്റിക്കൽ മിനറൽസ് ഇല്ല, സോ മറ്റൊരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യണം. ഇനി നമ്മൾ ഒരു വിഷനോട് കൂടിയിട്ട് നമ്മളുടെ ആൻസർ എന്ത് ചെയ്യണം. ആ ആൻസർ എങ്ങനെ എന്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും? സോ വിഷൻ പറയുമ്പോൾ നമ്മൾ ഡോണ്ട് ലിമിറ്റഡ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ടു EV വെഹിക്കിൾസ്. മനസ്സിലായോ? EV വെഹിക്കിളിലേക്ക് മാത്രം നമ്മൾ ചുരുക്കരുത്. പകരം എന്ത് വേണം? പകരം മറ്റുള്ള മേഖലകളിലേക്ക്, ഫാക്ടറികളുടെ മേഖലകളിലേക്ക്, ഹൈ ഇന്റൻസീവ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സെക്ടേഴ്സ് ഉണ്ട്. ആ മേഖലകളിലെല്ലാം നമ്മൾ ഈ ഗ്രീൻ എനർജി എന്ന് പറയുന്ന കാര്യം ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ സസ്റ്റൈനബിലിറ്റി ഉറപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് ഒരു കമ്പൈൻഡ് എഫേർട്ട് വേണം, ഒരു കോമ്പിനേഷൻ വേണം, അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് എഫക്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആൻസർ നമ്മൾ എന്ത് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി ആൻ ആവറേജ് ടു എബവ് ആവറേജ് ആൻസർ. മനസ്സിലായോ? സോ ഇതിൽ നമ്മൾ കണ്ടന്റുകൾ ആഡ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ആൻസർ എബവ് ആവറേജിൽ നിന്ന് ഒരു എക്സലന്റ് ആൻസറിലേക്ക് മാറും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ആർട്ടിക്കിൾ പറയുന്നത്. സോ പ്രിലിംസ് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞു. പെർട്ടിക്കുലർലി മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സോ ഇതെല്ലാം നിങ്ങൾ നെക്സ്റ്റ് പത്രം വായിക്കുമ്പോൾ ഒരു EVനെ കുറിച്ചിട്ട് നമ്മളൊരു വാർത്ത വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാവണം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു കണക്ഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് വിൽ ബി ഈസി ഫോർ യു. ഈ കണക്ഷൻ നമുക്ക് കിട്ടാതെ പോകുമ്പോഴാണ് കറണ്ട് അഫയേഴ്സ് നമുക്കൊരു ബാലികേറ മലയായിട്ട് മാറുന്നത്. ഈ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആദ്യത്തെ 3 മാസങ്ങളിൽ ശ്രമിക്കേണ്ടത്. ബാക്കിയുള്ള ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കണ്ടന്റുകൾ, അതായത് പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ഹെവി കണ്ടന്റുകൾ നമുക്ക് പിന്നീട് എടുക്കാം. നമ്മൾ പ്രിലിംസ് ടെസ്റ്റ് സീരീസുകളിലൂടെയും ബാക്കിയുള്ള ടെസ്റ്റ് സീരീസുകളിലൂടെയും കമ്പൈലേഷനുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ഫാക്റ്റുകളൊക്കെ നമുക്ക് കിട്ടും. ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റി, ദെൻ ദിസ് കണക്ഷൻ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി.